നന്ദി. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ന് ലോക റേഡിയോ ദിനമാണ്. IFPH നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയും അതിനോടൊപ്പം പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. മെഡിക്കൽ വിഷയങ്ങൾ അല്ലാതെ തന്നെയും ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. അപ്പൊ ഇന്നത്തെ പരിപാടി ലോക റേഡിയോ ദിനം പ്രത്യേക പരിപാടിയാണ്. ഈ പരിപാടിക്ക് ആദ്യമായിട്ട് സ്വാഗതം പറയാനായിട്ട് ഫരീദ് ബാവക്ക സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ് ടു എവരിബഡി. ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ആരോഗ്യ മേഖലയിൽ റേഡിയോയുടെ പങ്കും സാധ്യതയും. ഇത് രണ്ട് മഹാന്മാരെ, അതായത് ഇതിനകത്ത് വളരെ എക്സ്പെർട്സ് ആയിട്ട് രണ്ട് പേരെ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ സബ്ജക്റ്റ് അവതരിപ്പിക്കാനുമായിട്ടും. റേഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ ഉണ്ടാകാറുണ്ട്. ഞാനെൻ്റെ ചെറുപ്പത്തിൽ റേഡിയോ എന്ന് പറയുമ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് ഓടി വരുന്നതും, അതുപോലെ നാടകം, റേഡിയോ നാടകം, അതുപോലെ ബാലലോകത്തിൽ ഞാനൊരു പരിപാടിയിൽ തിരുവനന്തപുരം നിലയത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. റേഡിയോ മാവൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. ഇതിൻ്റെ സാധ്യതകൾ, അന്ന് ഉണ്ടായിരുന്ന സാധ്യതകൾ ഇന്ന് അത്രയും ഇല്ലെങ്കിൽ പോലും നമുക്കാർക്കും മറക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഈ മീഡിയ എന്ന് പറയുന്നത്. അതിൻ്റെ റീച്ച് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇന്ത്യയിലെ 1923 പ്രക്ഷേപണം ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ റേഡിയോ ദിനം ഫെബ്രുവരി 13 എന്നുള്ളത് 1946 യുനെസെഫ് ആണ് ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, സബ്ജക്റ്റിലേക്കുള്ള വിദഗ്ധന്മാരുള്ളത് കൊണ്ട് നമ്മുടെ ഇതിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മിസ്റ്റർ മനോജ് കെ വർമ്മ, അസിസ്റ്റന്റ് ഡയറക്ടർ, ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, കൈരളി. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ പോപ്പുലറാണ്. ഈ പണ്ട് നേരത്തെ ഇത് ഫോർമർ പ്രസ് സെക്രട്ടറി MG യൂണിവേഴ്സിറ്റി ആയിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയംഗമായ IFPHൻ്റെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹം എത്തിക്കാണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് അവതരിപ്പിക്കാനായിട്ട് ശ്രീകുമാർ മുഖത്തല, അസിസ്റ്റന്റ് ഡയറക്ടർ, ആകാശവാണിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹം ഒരു സാഹിത്യകാരനും എഴുത്തുകാരനും കൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വായിക്കാനിടയായി. അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഞാൻ ഈ സബ്ജക്റ്റിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇത് കാര്യമായിട്ട് നമ്മളെ ഇതിനെക്കുറിച്ച്, ഈ മേഖലയെക്കുറിച്ചും ഈ മീഡിയയ്ക്കുള്ള അതിൻ്റെ സാധ്യതകളെയും അതിന് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി നമ്മുടെ മോഡറേറ്റർ, നമ്മുടെ മനോജാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടി കണ്ടുപിടിക്കുന്നതും, ഇങ്ങനെയുള്ള ജനറൽ പരിപാടി കണ്ടുപിടിക്കുക, അതിന് പറ്റിയ ആളിനെയും എവിടെ നിന്നെങ്കിലും പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കും, ഇന്നയാൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന് ആ വിഷൻ ഒന്ന് സമ്മതിച്ചു പറ്റുള്ളൂ. ജനറൽ ഇതിലേക്ക് വെറും ഒരു ഡോക്ടർ മാത്രമല്ല അദ്ദേഹം എന്നുള്ളതിന് എനിക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ വീക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. സ്വാഗതം പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ ഇതിലെ വളരെ എഫേർട്ട് എടുക്കുന്ന ഒരു ഡോക്ടറാണ്. നമ്മുടെ IFPHൻ്റെ ഒരു, ശരിക്കും പറഞ്ഞാൽ നാഡിയുടെയാണ് അദ്ദേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ നന്ദി പറയാനുള്ളത് ഡോക്ടർ മറിയമ്മ ജോൺ. എപ്പോഴും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ സാന്നിധ്യമായിരുന്നു അവരെപ്പോഴും. അവരാണ് നന്ദി പറയാനുള്ളത്. പിന്നെ കൂടാതെ നമ്മുടെ ഇപ്പോൾ തന്നെ 36 പേരുണ്ട്. കൂടുതൽ ആൾക്കാർ ഒന്ന് ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് സമയം വേസ്റ്റാക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതത്തിൻ്റെ പൂച്ചുണ്ട് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സാർ, സ്വാഗതം വളരെ ഭംഗിയായിട്ട് അങ്ങ് പറയുകയുണ്ടായി. ഇനി ഉദ്ഘാടന ചടങ്ങാണ്. ഉദ്ഘാടനത്തിനായിട്ട് ശ്രീ മനോജ് വർമ്മ സാർ, കൈരളി TV നമുക്കറിയാം, ഏതാണ്ട് 25 വർഷത്തോളം ആവുന്നുണ്ട് ഓർമ്മ. കാരണം ഞാൻ തുടക്കത്തിൽ അതിൻ്റെ നമ്മുടെ കിഴക്കേക്കോട്ടുള്ള സ്റ്റുഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയിരുന്നു. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാന ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൈരളി TV. അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ മനോജ് വർമ്മ സാറിനെ ആദരവ് ക്ഷണിക്കുന്നു.
ഉദ്ഘാടനത്തിനായിട്ട്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ. IFPH-ന്റെ 1627ാമത് വെബിനാർ അല്ലെങ്കിൽ സംവാദ പരമ്പരയാണ് ഇത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നുകയാണ്. ഞാൻ ഡോക്ടർ മനോജ് പറഞ്ഞതുപോലെ 25 വർഷമായിട്ട് കൈരളി TV-യിലുണ്ട്, ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നു. അതിനു മുമ്പ് അച്ചടി മാധ്യമത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഒരു പരമ്പര എഴുതുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീക്കിലി പ്രോഗ്രാം ടെലിവിഷനിൽ ഒരു വീക്കിലി പ്രോഗ്രാം ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഒരു എപ്പിസോഡ് ഈ ആഴ്ച ചെയ്തിട്ടുണ്ടാവും, അടുത്ത ആഴ്ച ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആശങ്കയാണ്. അതിപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു ടെലിവിഷൻ ഷോ നാം മുന്നോട്ട് എന്നുള്ളത് എല്ലാ ചാനലുകളിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൽ ഞാനും അംഗമാണ്. നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അതിൻ്റെ എഡിറ്റോറിയൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനാണ്. ഈ പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചയും ടെലികാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഞായറാഴ്ചയിലേക്ക് എന്ത് കൊടുക്കും, എങ്ങനെ അരമണിക്കൂർ തികയ്ക്കും എന്നുള്ളൊരു ആശങ്ക എല്ലാ ആഴ്ചകളിലും ഞങ്ങളെ അലട്ടാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് 1627 ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.5 വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു വെബിനാർ നടത്തുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംവാദം നടത്തുന്നു. തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഈ ടീമിലെ എല്ലാ അംഗങ്ങളെയും അതിന് അഭിനന്ദിക്കുന്നു. ഞാൻ ഡോക്ടർ പരീദ് ഖാൻ പറഞ്ഞതുപോലെ റേഡിയോ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവമാണ്. ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് റേഡിയോയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഓർമ്മ, അന്ന് വീട്ടിലൊരു വാൽവ് റേഡിയോ ഉണ്ടായിരുന്നു. ഇതിന് ലൈസൻസ് അടയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ലൈസൻസ് ഫീ അടയ്ക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ പോകും. പിന്നീട് ആദ്യമൊക്കെ അച്ഛൻ്റെ കൂടെയായി, പിന്നീട് അച്ഛനെ ഒഴിവാക്കിയിട്ട് ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്നുള്ള രീതിയായി. കാരണം പുറം ലോകത്തേക്ക് പോകാനുള്ളൊരു ആശ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിരുന്നു. അപ്പോൾ അന്ന് അതിൽ കൂടി വാർത്തകൾ അറിയാൻ പറ്റും. അന്ന് പത്രങ്ങൾ ഇന്നത്തെ പോലെ വ്യാപകമല്ല, ഇത്ര എഡീഷനുകളില്ല. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ അന്ന് കോട്ടയത്ത് മനോരമയും ദീപികയും മാത്രമാണ് 2 പത്രങ്ങളുള്ളത്. ബാക്കി എല്ലാ പത്രങ്ങളും കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ ഡെയിലീസ് ആയിട്ടുള്ള ഹിന്ദു ഒക്കെ കേരളത്തിന് പുറത്തുനിന്ന് വേണം ഇങ്ങോട്ട് എത്താനായിട്ട്. അത് സമയത്ത് കിട്ടുകയില്ല. അപ്പോൾ എന്തെങ്കിലും വാർത്തകൾ അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ചുറ്റും നടക്കുന്ന വാർത്തകളല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ജില്ലകളിൽ നിന്നോ വാർത്തകൾ അറിയണമെങ്കിൽ നമുക്ക് ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് റേഡിയോയിലുള്ള പ്രാദേശിക വാർത്തകൾ, അല്ലെങ്കിൽ ഡൽഹി നിലയത്തിൽ നിന്നുള്ള വാർത്തകൾ, പിന്നെ ഒരു ഇംഗ്ലീഷ് ന്യൂസ്, അത്തരം കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു റേഡിയോ. കാലഘട്ടം മാറി. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ വിവര സാങ്കേതിക വിദ്യയിൽ വളരെയധികം വിപ്ലവങ്ങൾ നടന്നു. പത്രങ്ങളുടെ എഡീഷൻ എല്ലാ ജില്ല തോറുമായി. ഒരു ജില്ലയിൽ തന്നെ 2-3 എഡീഷനുകളുള്ള ജില്ലകളുണ്ടാകും. വലിയ ജില്ലകളിൽ അങ്ങനെയായി. ടെലിവിഷൻ വന്നു. ടെലിവിഷൻ ഞാനൊക്കെ പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രോഗ്രാം ചാനലായിരുന്നു. പിന്നീട് പതിയെ അത് ന്യൂസ് ചാനലുകളിലേക്ക് മാറി. ഇന്ന് നമുക്ക് കൈവിരലിൽ എണ്ണിയാൽ ഒതുങ്ങാത്തത്ര ന്യൂസ് ചാനലുകൾ കേരളത്തിൽ തന്നെയുണ്ട്, നാഷണൽ ചാനലുകൾ വേറെ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പിന്നെ സോഷ്യൽ മീഡിയ, അത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ വന്ന പടർന്നു പന്തലിച്ച് സോഷ്യൽ മീഡിയ. ഇത്രയൊക്കെ സാങ്കേതിക വിദ്യ വികസിച്ചിട്ടും റേഡിയോയ്ക്കുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ വിശ്വാസ്യത കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും തെളിയിക്കുന്നത്. ഈ ഡോക്ടർ പരീത് പറഞ്ഞു, 1923 ഫെബ്രുവരി 13 റേഡിയോ ദിനം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ റേഡിയോ തുടങ്ങിയത് റേഡിയോ ക്ലബ് ബോംബെ എന്നുള്ള പേരിലാണ് ആദ്യം തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നീട് ആകാശവാണിയായിട്ട് മാറുന്നു. കേരളത്തിൽ, അതായത് പഴയ തിരുവിതാംകൂർ രാജഭരണത്തിൽ 1943 മാർച്ച് 12 റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഡോക്ടർ മുഖത്തല ശ്രീകുമാർ സാറിന് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും, തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ റേഡിയോ ക്ലബ് ഓഫ് ബോംബെ ആകാശവാണിയായി മാറുന്നു. പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ള നിലയിലേക്ക് മാറുന്നു. ഇന്ന് 500-ലേറെ പ്രക്ഷേപണ നിലയങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്കുണ്ട്. ഇന്ത്യയുടെ 90% ഭൂപ്രദേശങ്ങൾ ഈ റേഡിയോയുടെ പരിധിക്കുള്ളിലാണ്, ആകാശവാണിയുടെ പരിധിക്കുള്ളിൽ വരും. പോപ്പുലേഷൻ്റെ ആകട്ടെ ഏതാണ്ട് 98%, അതായത് ഓൾമോസ്റ്റ് നമ്മൾ കേരളത്തിൽ 100% ലിറ്ററസി എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ 100% ഏരിയയും കവർ ചെയ്യുന്ന ഒരു വാർത്താ വിനിമയ ഉപാധിയായിട്ടാണ് റേഡിയോ മാറിയിരിക്കുന്നത്. 23 ഭാഷകളിലാണ് റേഡിയോയുടെ പ്രക്ഷേപണമുള്ളത്. അതുകൊണ്ട് അതിൽ കൂടെ തന്നെ ഇത് എത്രത്തോളം വിസ്തൃതമായിട്ടാണ് ആകാശവാണി
ഇന്നത്തെ വാർത്താ ലോകത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് പുറമെയാണ് ആകാശവാണിക്ക് പുറമെയാണ് ഓരോ ജില്ലയിലും 4 or 5 FM സ്റ്റേഷനുകളുണ്ട്. ഇത്രയും വിപുലമായിട്ടുള്ള സംവിധാനമാണ് ഇന്ന് ഈ റേഡിയോ സംപ്രേഷണം എന്ന് പറയുന്നത്. റേഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്, ഞാൻ ഒരു ടെലിവിഷൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ബാർക്ക് റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മളൊരു പ്രോഗ്രാം തുടങ്ങി, അത് റേറ്റിങ്ങിൽ മോശമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചൊരു കൂടിയാലോചനകളൊക്കെ നടത്തി പല വിധത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ അത് നടത്തി നോക്കും. പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യും. അതാണ് നമ്മുടെ രീതി. പൂർണ്ണമായിട്ടും എൻ്റർടൈൻമെൻറ്റ്, ന്യൂസ് ചാനലുകൾ വാർത്തയ്ക്കപ്പുറം അത് വാർത്താധിഷ്ഠിത പ്രോഗ്രാമുകൾ ആ രീതിയിൽ പോകുന്നു. പക്ഷെ റേഡിയോയെ സംബന്ധിച്ച് അതിപ്പോഴും ഒരു ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ള തരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംപ്രേഷണ മാധ്യമമാണ്. വാർത്തകൾ മാത്രമല്ല, എത്രയൊക്കെയോ പ്രോഗ്രാമുകൾ നമ്മൾ രാവിലെ പ്രഭാതഭേരി തുടങ്ങി, തൊഴിലാളി മണ്ഡലം, യുവവാണി, ആരോഗ്യരംഗം, പിന്നെ നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു എഞ്ചിനി എന്നായിരുന്നു തോന്നുന്നു അതിൻ്റെ പേര്, പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലലോകം, ഇങ്ങനെ പല വിധത്തിലുള്ള പരിപാടികൾ. ഇത്തരം നിരവധി പരിപാടികളാണ് റേഡിയോ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതാത് ദിവസത്തെ വാർത്തകൾ അറിയിക്കാൻ അതിൽ വാർത്താ ബുള്ളറ്റിനുകൾ ഉണ്ടാവും. പക്ഷേ ന്യൂസ് ചാനലുകളോട് മത്സരിച്ച് അതാത് സമയങ്ങളിൽ വാർത്ത അറിയിക്കുന്ന ഒരു സംവിധാനം ആകാശവാണിക്കോ അല്ലെങ്കിൽ മറ്റ് FM സ്റ്റേഷനുകൾക്കോ ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പരിമിതിയായിട്ട് വരുന്നത്. മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ടെലിവിഷൻ ചാനലുകളെക്കാൾ ഉപരിയായിട്ട് വിജ്ഞാന മേഖലയിൽ കൂടുതൽ ഇൻഫർമേഷൻസ് പങ്കുവയ്ക്കാൻ റേഡിയോയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ടെലിവിഷനിൽ നിന്ന് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന തരത്തിൽ കുറേ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, പോർട്ടബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു വാൽവ് റേഡിയോയുടെ കാര്യം. പിന്നീട് അത് ട്രാൻസിസ്റ്ററായിട്ട് മാറി, പോക്കറ്റ് റേഡിയോ ആയിട്ട് മാറി. 1983 ഇന്ത്യ ലോകകപ്പ് നേടുന്ന സമയത്ത് പോക്കറ്റ് റേഡിയോയിൽ കോളേജിൽ പോയി കമൻട്രി കേട്ട് ഓർമ്മയുണ്ടിരിക്കും. ഇന്ത്യ ലോകകപ്പ് നേടുന്ന സമയമാണത്. അന്ന് പത്രത്തെക്കാൾ മുമ്പ് ഇത്തരം വിവരങ്ങൾ അറിയാൻ നമ്മൾ ആശ്രയിച്ചിരുന്നത് ഈ റേഡിയോ ആയിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള അഡ്വാൻറ്റേജസ് റേഡിയോയ്ക്കുണ്ട്. പിന്നെ ടെലിവിഷനെ അപേക്ഷിച്ച് വേറൊന്നും നോക്കുമ്പോഴത്തേക്ക് ചിലവ് കുറവാണ്. ഒരു ടെലിവിഷൻ സെറ്റിൻ്റെ വിലയും റേഡിയോയുടെ വിലയും എത്രയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, നമ്മൾ എവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഇപ്പോൾ ടെലിവിഷൻ കാണാൻ നമ്മൾ ഐഡിയലായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നേ പറ്റുള്ളൂ. പക്ഷേ റേഡിയോയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാറിലാവട്ടെ, ബസ്സിലാവട്ടെ, വാഹനത്തിൽ റേഡിയോ ഓൺ ചെയ്ത് വെച്ച് പാട്ട് കേട്ട് പോവാം. അല്ലെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും ഇൻഫോർമേറ്റീവ് പ്രോഗ്രാംസ് ആണെങ്കിൽ അതിൽ പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുന്നതിനിടയിൽ കേട്ടത് കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള പേരിൽ ആകാശവാണിയിലെ ഒരു ആരോഗ്യരംഗം പരിപാടിയാണ് കേട്ടത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആസ്വദിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആകാശവാണിയിൽ കൂടെ കഴിയുന്നു, റേഡിയോയിലൂടെ കഴിയുന്നു. ഇപ്പം ആരോഗ്യരംഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച, റേഡിയോയും ആരോഗ്യരംഗവും എങ്ങനെയെന്നുള്ളത്. അതിലൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, രോഗപ്രതിരോധ ശേഷിയും എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിൽ. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു ഈ 4.5 വർഷക്കാലത്തെ ഒരു സെമിനാർ തുടങ്ങുന്ന കാലം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്തായിരിക്കണം ഏകദേശം ഇത് തുടങ്ങിയിട്ടുണ്ടാവുക. ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാം സ്വന്തം വീട്ടിൽ തടങ്കലിൽ കഴിയുന്നൊരു അവസ്ഥയായിരുന്നു ഇന്ത്യയിലെ 95% ജനങ്ങളും. ഞാനൊക്കെ ആ സമയത്തും പുറത്തു തന്നെയാണ്, കാരണം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോയേ പറ്റുള്ളായിരുന്നുള്ളൂ. അപ്പം അന്ന് ജനങ്ങൾക്ക് വേണ്ട മുൻകരുതലുകൾ, എങ്ങനെ കോവിഡ് നിന്ന് രക്ഷ നേടാം, നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെ, മാസ്ക്, സാനിറ്റൈസർ, അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകാൻ ആകാശവാണിക്ക് റേഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിലൊക്കെ വന്നിട്ടുള്ള ഗില്ലൻ ബാരി സിൻഡ്രോമിനെ കുറിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ പോലും നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അതൊക്കെ റേഡിയോയിൽ കൂടി വരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇത്തരം കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ നന്നായി സംസാരിക്കാൻ കഴിയുന്നത് ശ്രീ മുഖത്തല ശ്രീകുമാർ സാറിനാണ്. അദ്ദേഹം ആകാശവാണിയുടെ വളരെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ഞാൻ ഈ ഡോക്ടർ മനോജിനെ 2-3 തവണയായിട്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് 2 തവണ ക്ഷണിച്ചപ്പോഴും ഞാൻ വളരെ നിർബന്ധപൂർവ്വം ഒഴിഞ്ഞു മാറി, ഞാനില്ല എന്ന് പറഞ്ഞു. ഇത്തവണ
ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഡോക്ടറുടെ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഈ 25 വർഷമായിട്ട് ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ തന്നെ എൻ്റെ മേഖല എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ ക്യാമറയാണ്. പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ഓരോ ദിവസത്തേക്കുള്ള ന്യൂസ് ബുള്ളറ്റിൻ ആണെങ്കിലും പിറ്റേ ദിവസത്തെ ബുള്ളറ്റിനുള്ള പ്ലാനിങ് ആണെങ്കിലും ഏതെങ്കിലും പ്രോഗ്രാമുകളുടെ പ്ലാനിങ് ആണെങ്കിലും അത്തരം കാര്യങ്ങളിലേക്കാണ് ഞാൻ ഇൻവോൾവ് ആകുന്നത്. വളരെ കഴിഞ്ഞ 1.5 ദശാബ്ദത്തിനിടയ്ക്ക് വളരെ അപൂർവമായിട്ട് ഞാൻ ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ എന്നെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് എനിക്ക് അവിടെ നിന്ന് കയറേണ്ടി വന്ന ചർച്ചകൾക്ക്. ഏതാണ്ട് ഒരു മാസത്തിനിടയിൽ 4-5 തവണ ചർച്ചകൾക്ക് കയറി. എൻ്റെ ഭാഗ്യത്തിന് തെരഞ്ഞെടുപ്പ് കൂടി ആ പ്രോഗ്രാം അവസാനിച്ചു. അതോടെ ഞാൻ പഴയതുപോലെ എൻ്റെ ബിഹൈൻഡ് ദ ക്യാമറ എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറി. അപ്പോൾ ഇത്തവണ ഡോക്ടർ മനോജിൻ്റെ ക്ഷണം സ്വീകരിച്ച് എനിക്ക് ഒഴിവാകാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഡോക്ടർ മുഖത്തല ശ്രീകുമാറിന് മുഖ്യപ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. നന്ദി സാർ, വളരെ ഭംഗിയായിട്ട് സാർ പറഞ്ഞു. മാധ്യമപ്രവർത്തകന്റെ കോളേജ് അതിനകത്ത് കാണാൻ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത വിഷയം ആരോഗ്യ മേഖലയിൽ റേഡിയോയുടെ പങ്കും സാധ്യത എന്നുള്ളതാണ്. മുഖത്തല ശ്രീകുമാരന്റെ ശബ്ദം പരിചയമില്ലാത്ത മലയാളം ഉണ്ടാകാൻ വഴിയില്ല. മിക്കവാറും പാട്ടും പോലുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഞാനിടയ്ക്ക് കേട്ടപ്പോ അത്ഭുതം തോന്നി. അദ്ദേഹത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്: കിഴക്ക് ദിക്കിലെ ചെന്തെങ്കിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരുക്കിൻ തയ്യെ നിന്ന ചോട്ടിൽ മുറുക്ക് തുപ്പിയത് ആരാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ടായി കിഴക്ക് ദിക്കെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുന്ന അന്തരീക്ഷമാണെന്നും ആ ചെന്തങ്ങെന്ന് പറഞ്ഞത് സൂര്യനാണെന്നും മുരുക്കിൻ തൈയുടെ മുമ്പിൽ ചുമന്ന പൂഴുമ്പോൾ മുറുക്കി തുപ്പി. അപ്പൊ ഇങ്ങനെയുള്ള വളരെ മനോഹരമായ രസകരമായ ഒരുപാട് പരിപാടികൾ കേൾക്കാറുണ്ട്. മുഖത്തല ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യണേ. സാർ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യ. ഇല്ല സാർ, ആയില്ല, അൺമ്യൂട്ട് ആയില്ല. മൈക്ക് സിമ്പൽ അവിടെ തൊട്ടാൽ മതി, താഴെയായിട്ട്. മൊബൈലിൽ താഴെയായിട്ടൊരു മൈക്ക് സിമ്പൽ കാണും സാർ. ഓക്കെ, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു പ്രതിദിന പരിപാടിയില്, അത് ഇത്രയേറെ നേരത്തെ മനോജ് വർമ്മ സാർ പറഞ്ഞതുപോലെ ഇത്രയും കാലം അത് തുടർന്നു പോവുക, അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പിന്നിൽ ഇത്രയും പേര് പ്രവർത്തിക്കുക, ഇതൊക്കെ അസാധാരണവുമാണ്. അപ്പോൾ അതിന് നിങ്ങളെ പ്രത്യേകം ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ഒബ്ജക്റ്റീവായി റേഡിയോയെ വിലയിരുത്തി ഒരാൾ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ മനോജ് വർമ്മ സാറിന് പ്രത്യേകം ഒരു അഭിനന്ദനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിനോട് അതിന്റെ ഒരു ആകാശവാണി ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു നന്ദി രേഖപ്പെടുത്തുകയും സാധാരണ റേഡിയോ ശ്രോതാവ് എന്ന നിലയിൽ ഞാൻ അതിൽ അത്യധികം ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. സാധാരണ റേഡിയോയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ, ഒരു ഇൻഗ്രീഡിയന്റ് ചേരുന്നത് പോലെ കുറെ കാര്യങ്ങൾ നമ്മൾ പൊതുവായി പറയുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുമല്ല ശ്രീ മനോജ് വർമ്മ സാർ പറഞ്ഞത്. മാത്രമല്ല, എവിടെയാണ് ഈ ആകാശവാണി എന്ന മാധ്യമ സ്ഥാപനം പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം നമ്മളോട് പറയുക കൂടി ഉണ്ടായി. ഞാൻ ഇന്നും ഇപ്പോ വൈകുന്നേരം റേഡിയോയെ കുറിച്ചുള്ള ഈ ഒരു റേഡിയോ ദിനത്തോടനുബന്ധിച്ച് പൂജപ്പുര ശ്രീചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ആകാശവാണിയുടെ റിക്രിയേഷൻ ക്ലബ്ബ് സംഘടിപ്പിച്ച ഉച്ചയ്ക്ക് 1:30 മണി മുതൽ, ഇപ്പോ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ അത് പൂർണ്ണമാവാതെയാണ് ഈ പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ പോകുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു വളരെ വിപുലമായി സംഘടിപ്പിച്ച പരിപാടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രോതാക്കൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ വളരെ വലിയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ ആദ്യത്തെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള, ഒരുപക്ഷെ ആദ്യത്തെ ഇലക്ട്രോണിക് മാധ്യമമായി ഇത് പ്രവർത്തനം ആരംഭിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഈ റേഡിയോ ഉണ്ടാക്കിയത് നമുക്ക് പരിപാടി കേൾക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. റേഡിയോ ഉണ്ടാക്കിയത് കപ്പലുകൾക്ക് തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു കപ്പലിൽ നിന്ന് അടുത്ത കപ്പലിലേക്ക് ആശയവിനിമയം നടത്തുക. ആശയവിനിമയം നടത്തി നോക്കിയപ്പോഴാണ് അതിന്റെ പ്രശ്നം മനസ്സിലാവുന്നത്. കാരണം ഈ ആശയവിനിമയം ഒരാൾക്ക്, ഇപ്പൊ നമ്മൾ ഇരുന്ന് കേൾക്കുന്നത് പോലെ ഒരാൾക്ക് സ്വകാര്യമായി മറ്റൊരാളോട് പറയാൻ പറ്റാത്ത വിധത്തിൽ ആശയവിനിമയം വളരെ പബ്ലിക്കായിട്ട് മാത്രമേ നടത്താൻ പറ്റൂ. അപ്പോൾ അതിലെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റാതെയായി. പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കേൾക്കാം.
ഒരിടത്ത് ക്യാപ്റ്റൻ മാത്രം കേൾക്കേണ്ട കാര്യങ്ങൾ ക്യാപ്റ്റൻ മാത്രമല്ല അതിലെ ക്രൂവിന് മുഴുവൻ കേൾക്കാം എന്നൊരവസ്ഥ വന്നപ്പോൾ കപ്പലുകാര് റേഡിയോ ഉപേക്ഷിച്ചു. ഈ മാർക്കോണി കണ്ടുപിടിച്ച സാധനം ഉപേക്ഷിച്ചു. അപ്പൊ അതൊരു ഇൻവെൻഷൻ എന്നുള്ള നിലയിൽ അതൊരു അനാഥമായി തീർന്നു. അപ്പോഴാണ് അതിൽ നിന്ന് ഇതെല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇത് പബ്ലിക്കിനോട് സംസാരിക്കാൻ ഉപയോഗിക്കാമല്ലോ എന്ന് ആലോചിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന റേഡിയോ. ഇത് ആരംഭിച്ചത് ഇതിനു വേണ്ടിയല്ല എങ്കിൽ പോലും ലോകത്തെ ഏറ്റവും വലിയ ആശയവിനിമയ ഉപാധിയായിട്ട് അത് മാറി. നേരത്തെ സാറ് പറഞ്ഞ ഗുണങ്ങളെല്ലാം അതിന് സഹായിച്ചു. അത് വളരെ ഹാൻഡി ആയിട്ടുള്ളതാണ്, അത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്, എവിടെയും കൊണ്ടുപോകാം, എവിടെയും വെക്കാം, ഏത് ജോലി ചെയ്തുകൊണ്ടും കേൾക്കാം, അത് നമ്മളെ അറസ്റ്റ് ചെയ്തിരുത്തുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ടാവുകയും അത് നമ്മൾ ഈ ശബ്ദം എന്ന് പറയുന്നത് നമ്മളുടെ ആദിമ ബോധന മാധ്യമമായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് നമ്മളുടെ ഈ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു ഗുണം അതിനുണ്ടായി. ഈ ശബ്ദം നമ്മളെല്ലാം കേട്ടു പഠിച്ച ആളുകളുടെ ഒരു വലിയ തലമുറയാണ് നമ്മളുടേത്. വളരെ അടുത്ത കാലത്താണ് നമ്മൾ ഈ കണ്ടു പഠിക്കാൻ ആരംഭിച്ചത്. അതിനു മുമ്പ് കേട്ടാണ് പഠിച്ചത്. ലോകത്തെ എല്ലാ ആദിമ സംസ്കാരങ്ങളും കേട്ട് പഠിക്കുകയും കേട്ട് കാര്യങ്ങൾ അറിവ് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്ത, അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്ത വലിയ ഒരു പാരമ്പര്യം നമ്മുടെ ചരിത്രത്തിലുണ്ട്, നമ്മളുടെ സംസ്കാരത്തിലുണ്ട്. അപ്പൊ നമ്മൾ എവിടുത്തെ സംസ്കാരവും എടുത്ത് നോക്കിക്കോളൂ. ഞാനൊരു ഉദാഹരണത്തിന്, ഞാൻ ആ ഭാഗത്തേക്ക് വളരെ നീട്ടി പോകുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളൊന്ന് ഓർത്തു നോക്കുക, നമ്മുടെ ശ്രീബുദ്ധൻ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്? എത്ര പുസ്തകം ശ്രീബുദ്ധൻ എഴുതിയത് എന്ന് പറഞ്ഞൊരു 4 പുസ്തകം എന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? എനിക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല. ശ്രീബുദ്ധൻ സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് വരെ അദ്ദേഹം വിവിധ പ്രദേശങ്ങളിൽ നടന്ന് സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് ശിഷ്യന്മാരെ കേട്ടത് ഓർമ്മയിൽ സൂക്ഷിച്ചിട്ട് എഴുതിയെടുത്തതിനെയാണ് നമ്മൾ ഇന്ന് ബുദ്ധന്റെ വചനങ്ങളായി നമ്മൾ കേൾക്കുന്നത്. ഇന്ത്യയിലെ കാര്യം എടുത്താൽ, ഭാരതീയ സംസ്കാരത്തിന്റെ കാര്യം എടുത്താൽ, നമ്മൾ വേദങ്ങൾ അപൗരുഷേയങ്ങളാണെന്ന് പറയും. വേദങ്ങൾ ആരാണ് എഴുതിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാന്നാണ് അതിന്റെ അർത്ഥം. അപൗരുഷേയങ്ങളാണ്, മനുഷ്യന്റെ നാവിൽ നിന്ന് വന്നതല്ല, ഓർമ്മയിൽ നിന്ന് വന്നതാണ്. മനുഷ്യൻ അവന്റെ തലച്ചോറിൽ അവൻ അതുവരെ സ്വാംശീകരിച്ചു വെച്ച അവന്റെ അറിവ്, അത് പക്ഷേ നമ്മൾ ചൊല്ലി അടുത്ത ആൾക്ക് കൊടുത്ത് പഠിപ്പിച്ചെടുത്തതാണ്. ഇന്ത്യയിലെ മഹാ ഇതിഹാസങ്ങളെല്ലാം 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതവും 24,000 ശ്ലോകമുള്ള രാമായണവും ഒക്കെ അടുത്ത ആൾക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചെടുത്തതാണ്. അങ്ങനെ അത്തരം ഒരു ശ്രവണത്തിന്റെ പാരമ്പര്യമുണ്ട്. ക്രിസ്തു പുസ്തകമൊന്നും എഴുതിയിട്ടില്ലല്ലോ. ക്രിസ്തു ഒരു പുസ്തകം എഴുതിയിട്ടില്ല. സുവിശേഷങ്ങൾ എന്ന് നമ്മൾ പറയുന്നതെല്ലാം ക്രിസ്തുവിന്റെ സംഭാഷണങ്ങളെയും പ്രവർത്തികളെയും അദ്ദേഹത്തോട് അനുബന്ധമായി നിന്ന ആളുകളുടെയും കേട്ട് ഓർമ്മയിൽ സൂക്ഷിച്ചെഴുതിയതാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് 40 കൊല്ലം കഴിഞ്ഞ് എഴുതിയ സുവിശേഷം വരെ ഉണ്ട് നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങളിൽ. ഓർമ്മയിൽ സൂക്ഷിക്കുക ചെയ്തത്. മുഹമ്മദ് നബിയുടെ കാര്യം അറിയാലോ. അദ്ദേഹം ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴായി ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഈ നമ്മൾ മഹത്തായിട്ടുള്ള ഖുർആൻ എന്ന് പറയുന്ന കൃതി ഉണ്ടാക്കിയത്. അപ്പൊ ഈ എവിടെയും സംസ്കാരത്തിന്റെ ഏത് ഘട്ടത്തിലും ശ്രവണം ഒരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ റേഡിയോ എന്ന മാധ്യമത്തിന് വലിയ സ്വീകാര്യത ലഭിക്കാനുള്ള ഒരു കാരണം, കേൾവിയിൽ നിന്ന് നേരിട്ടത് പ്രവേശിക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സിൽ വല്ലാതെ പതിയും എന്നുള്ളതൊരു കാരണമായി തീർന്നു. അതുകൊണ്ട് തന്നെ റേഡിയോ ജനപ്രിയമായി തീർന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആരംഭിക്കുന്ന റേഡിയോ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുകിട റേഡിയോകളെ എല്ലാം നമ്മൾ ഒരുമിപ്പിച്ചു. ഇവിടെ തിരുവിതാംകൂർ രാജാവിന് റേഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ പല പ്രദേശങ്ങളിലും സ്വകാര്യ വ്യക്തികൾ റേഡിയോ നടത്തിയിരുന്നു. മൈസൂറിൽ ഗോപാലസ്വാമി എന്ന് പറയുന്ന പ്രൊഫസർ നടത്തിയിരുന്ന റേഡിയോയുടെ പേരായിരുന്നു ആകാശവാണി എന്ന്. അദ്ദേഹം നടത്തിയിരുന്ന സ്വകാര്യ റേഡിയോ നിലയത്തിന്റെ പേരായിരുന്നു ആകാശവാണി. അത് ടാഗോറിന്റെ ഒരു കവിതയിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ച പേരായിരുന്നു. ആകാശവാണി എന്ന പേരിൽ ടാഗോറിന്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ നിന്നാണ് അദ്ദേഹം ആ പേര് സ്വീകരിച്ചത്. 1950 ആകാശവാണി ഇന്ത്യയിലുള്ള മുഴുവൻ സ്വകാര്യ റേഡിയോ നിലയങ്ങൾ ഒരുമിച്ചാക്കുമ്പോൾ ആ ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ള പേര് സ്വീകരിക്കുന്നതിന്റെ കൂടെ ഈ പ്രൊഫസർ ഗോപാലസ്വാമിയുടെ റേഡിയോയുടെ പേര് കൂടി സ്വീകരിച്ചിട്ടാണ് 2 പേരുകൾ അതിന് നിലനിർത്താമെന്ന് തീരുമാനിക്കുന്നത്. ഒന്ന് ആകാശവാണി എന്നും ഓൾ ഇന്ത്യ റേഡിയോ എന്നും. ഈ കഴിഞ്ഞ വർഷം ഈ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന പേര് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു മാറ്റി. ഇപ്പൊ ഒറ്റ പേരേ ഉള്ളൂ, ആകാശവാണി എന്ന് പറയുന്ന ഒറ്റ പേരേ ഉള്ളൂ. അവർ പറഞ്ഞു ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ പേരായതുകൊണ്ട് അത് മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് മാറ്റിയത്. നിലനിർത്തിയാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ പറഞ്ഞ് നല്ല ശീലിച്ചിട്ടുള്ള ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് ന്യൂസിന് മുമ്പിൽ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ ദിസ് ഈസ് ആകാശവാണി എന്നാണ് പറയുന്നത്.
കേട്ട് ശീലമായവർക്ക് കുറച്ച് സുഖം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പൊ ഇതിന് ആകാശവാണി എന്ന് പറയുന്ന ഒറ്റ പേരേ ഉള്ളൂ. ഇത് വലിയൊരു ശൃംഖലയായി ഇന്ത്യ മുഴുവൻ ആരംഭിക്കുമ്പോൾ നേരത്തെ മനോജ് വർമ്മ സാർ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 99% ജനങ്ങളിൽ അതിന്റെ ഭൂവിസ്തൃതിയിൽ ഒരു 95-96% ഒക്കെ അത് കിട്ടുന്ന തരത്തിൽ അതിന്റെ റേഡിയോ വീചികൾ എത്തും. കേൾക്കുന്നവരുടെ എണ്ണമല്ലാതെ റേഡിയോ വീചികൾ അത്രയും സ്ഥലങ്ങളിൽ എത്തും. ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ആലങ്കാരികമായി പറഞ്ഞാൽ കാറ്റും വെളിച്ചവും എത്തുന്ന എല്ലാ സ്ഥലത്തും റേഡിയോ വീചികൾ എത്തും എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ, അപ്പോൾ ഈ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ ഗവൺമെന്റ് മനസ്സിലാക്കിയത് ഇന്ത്യയിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാധ്യമം, ഏറ്റവും സാധാരണക്കാരുടെ മാധ്യമമായിട്ടുള്ള റേഡിയോ ആണ് എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും സാധാരണക്കാരന്റെ മാധ്യമമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതിയും 2ാം പഞ്ചവത്സര പദ്ധതിയും എല്ലാം വരുമ്പോൾ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമെന്ന നിലയിൽ ആ കാലത്ത് നിലകൊള്ളുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ കൃഷിയുടെ, ജീവിതത്തിന്റെ, ആരോഗ്യത്തിന്റെ എല്ലാ മേഖലകളിലും ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ റേഡിയോയെ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് റേഡിയോയുടെ പരിപാടികളിൽ വലിയ മാറ്റങ്ങൾ വരുന്നത്. ആകാശവാണി ഇപ്പോ നമ്മളെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഈ കൃഷി എന്ന് പറയുന്നത്, നമുക്ക് ഭക്ഷ്യസുരക്ഷയില്ല. നമ്മൾ നിരവധി വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷ്യധാന്യത്തിന് വേണ്ടി കൈനീട്ടുന്ന കാലത്ത് നമുക്ക് സ്വയം പര്യാപ്തത വേണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് ആകാശവാണി വയലും വീടും ആരംഭിക്കുന്നത്. വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഫാം ആൻഡ് ഹോം എന്ന് പറഞ്ഞിട്ട് അത് ഇന്ത്യ മുഴുവൻ കുറെ തെരഞ്ഞെടുത്ത നിലയങ്ങളിൽ അതിന്റെ വയലും വീടും വിഭാഗങ്ങൾ ഉണ്ടാക്കി ബാക്കി നിലയങ്ങൾ അത് റിലേ ചെയ്യുകയും ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് നമ്മളുടെ ഒരു കവി സുഹൃത്ത് എന്നോട് പറഞ്ഞതുപോലെ, ഈ പരിപാടി നടത്തി ഇപ്പോ വയലിരുന്ന സ്ഥലത്തെല്ലാം വീടായി എന്ന് പറയുകയുണ്ടായി. വയലും വീടും എന്ന് പറയുന്നത് ആ തരത്തിലായി തീർന്നു കേരളത്തിൽ എന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു. വളരെ പ്രവചന സ്വഭാവമുള്ള ഒരു പേരാണ് നിങ്ങൾ പണ്ടേ ഇട്ടത് എന്ന് പറയുകയുണ്ടായി. വയലും വീടും പരിപാടിയുടെയൊക്കെ ഒരു ഗുണം, അതൊന്നും ഒരിക്കലും നേരിട്ട് ഏതെങ്കിലും പ്രഭാഷണങ്ങൾ മാത്രം ആളുകളിലേക്ക് എത്തിക്കുകയൊന്നുമല്ല. അതിന്റെ പ്രാരംഭകാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന, കേരളത്തെ പറ്റി മാത്രം നമുക്ക് പറയാം, മലയാളം പ്രക്ഷേപണത്തിൽ ആ കാലത്തുണ്ടായിരുന്ന റേഡിയോ നിലയത്തിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളും മഹാപ്രതിഭാശാലികളായിരുന്നു. ഇപ്പൊ നമ്മൾ കോഴിക്കോട് എടുത്താൽ കെ രാഘവൻ, പി ഭാസ്കരൻ, തിക്കോടിയൻ, ഉറൂബ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറേയേറെ ആളുകൾ അവിടെ, കെ എ കൊടുങ്ങല്ലൂർ, അങ്ങനെ കുറെ ആളുകൾ അവിടെ. തിരുവനന്തപുരം എടുത്താൽ പി ഭാസ്കരൻ, നമ്മളുടെ നാഗവള്ളി RS കുറുപ്പ്, കേശവദേവ്, ജി ശങ്കരക്കുറുപ്പ് തിരുവനന്തപുരം നിലയത്ത് കുറെ നാൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ മടവൂർ ഭാസി, KG സേതുനാഥ്, അങ്ങനെയുള്ള ഒരു പറ്റം എഴുതി തെളിഞ്ഞ എഴുത്തുകാർ, ജി വിവേകാനന്ദൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി തെളിഞ്ഞ ഒരു പറ്റം ആളുകൾ അവരുടെ ഭാവനയിൽ നിന്ന് വികസിച്ചു വന്ന പല പല ഫോർമാറ്റുകൾ അന്നേ തന്നെ റേഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. റേഡിയോ ഗ്രാമരംഗം എന്ന് പറയുന്ന പരിപാടി ആ കാലത്ത് നാഗവള്ളി RS കുറുപ്പ് ചെയ്തിരുന്നതാണ്. നിങ്ങളിൽ എത്ര പേരത് കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അതിനകത്ത് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ചായക്കട നടത്തുക, ആ ചായക്കടയിൽ വരുന്ന ആളുകൾ പരസ്പരം സംസാരിക്കുക, ആ സംസാരിക്കുന്നതിലൂടെ നമ്മൾ പോലും അറിയാതെ ഒരു കാർഷികമായ അറിവ് നമ്മളിലേക്ക് പകരുക, ആ തരത്തിലാണ് അത് നടന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും പറയും, ഈ കുടുംബം എന്ന ഏകകത്തിന് വേണ്ടിയിട്ടാണ് ആകാശവാണി പരിപാടികൾ അതിന്റെ പ്രാരംഭകാലം മുതലേ ഡിസൈൻ ചെയ്തത്. ഒരു കുടുംബത്തിന് വേണ്ട സകലതും ആകാശവാണിയിലുണ്ട്. അപ്പോൾ അതിൽ ബാലലോകമുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയുണ്ട്, യുവാക്കളായി കഴിഞ്ഞാൽ യുവവാണിയുണ്ട്, നിങ്ങൾക്ക് മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പരിപാടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാഹിത്യ പരിപാടികളുണ്ട്, അതുകൂടാതെ അതിന്റെ കായിക ലോകമുണ്ട്, മുതിർന്നവർക്ക് വേണ്ടിയിട്ട് സായന്തനം എന്ന പരിപാടിയുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളി മണ്ഡലമുണ്ട്, വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പരിപാടിയുണ്ട്. ഇങ്ങനെ നമ്മൾ അതിന്റെ എല്ലാ ആരോഗ്യ പരിപാടിയുണ്ട്. ആരോഗ്യ പരിപാടി കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഒരു കുടുംബത്തിന് എന്താണ് വേണ്ടത് എന്നാണ് ആകാശവാണി എല്ലാ കാലത്തും ആലോചിച്ചിട്ടുള്ളത്. അത് ഒരു അനൗപചാരിക സർവകലാശാലയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ചെമ്മനം ചാക്കോ സാറിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്. അപ്പോൾ അതിൽ റേഡിയോ നിലയത്തിലേക്ക് ഒരാൾ എഴുതുന്ന കത്താണ് കവിത. റേഡിയോ നിലയത്തിലെ ഡയറക്ടർക്ക് കത്തെഴുതുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയെ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് ആ കത്തിനകത്ത് പറയുന്ന ആദ്യം. എൻ്റെ ഭാര്യയെ നിങ്ങൾ സ്വീകരിക്കണം, കാരണം ഇവൾ വളരെ അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നതൊക്കെ കേട്ട് വളരെ അച്ചടക്കത്തോടുകൂടി എനിക്ക് പാകം ചെയ്തു തന്ന് ഞാൻ പറയുന്നത് പോലെ കുടുംബിനിയായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ റേഡിയോ പരിപാടി ആരംഭിച്ചതിൽ പിന്നെ ഇവൾക്കിപ്പോ നിയമങ്ങളെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കുന്നു. ഇവളിപ്പോ എന്നോട് ഗാർഹിക പീഡനത്തെ കുറിച്ച് പറയുന്നു, അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. എനിക്കിപ്പോ ഇവളെന്നെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്തു തുടങ്ങി. ഇനി ഇവളെ എന്റെ കൂടെ പൊറുപ്പിക്കുന്നത് സാധ്യമല്ല, നിങ്ങളാണ് ഇതിന്റെ കാരണക്കാരൻ. അതുകൊണ്ട് നിങ്ങൾ അവളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് ചെമ്മനം ചാക്കോ സാറിന്റെ കവിതയുടെ
ഇതിവൃത്തം അതൊരു അതിശക്തമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് കേട്ടോ. സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഈ കുടുംബക്ഷേമ വകുപ്പുമായിട്ട് ചേർന്ന് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. ആഴ്ചയിൽ 1 വീതം 1 വർഷം 52 എപ്പിസോഡ് പരിപാടി. എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമം, എന്താണ് ഈ ഒരാൾക്ക് കുടുംബത്തിൽ എന്തുമാത്രം അക്രമം നടത്താം, അക്രമം നടത്തിയാൽ നിങ്ങൾ ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വന്ന ആ കുടുംബത്തിൽ ഒരു അവകാശവും ഇല്ലാത്ത സ്ത്രീ ആണെങ്കിലും നിങ്ങൾക്ക് ഇയാളെ പുറത്താക്കാനുള്ള അവകാശമുണ്ടെന്നൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകളെ പഠിപ്പിച്ചു. ഈ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകളെ സയൻസിൽ ബോധവൽക്കരിച്ചു. ഈ നമ്മൾ പറയുന്നത് പോലെ സാഹിത്യത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഈ വലിയ എഴുത്തുകാർ മുഴുവൻ സുപരിചിതരായി. ഇപ്പോഴും ആകാശവാണിയിൽ കത്തെഴുതുന്ന, ഞാൻ നിങ്ങളോട് അതുകൂടി ഇടയ്ക്ക് സൂചിപ്പിച്ചോട്ടെ, ആകാശവാണിയിൽ ഇപ്പോഴും ഒരാഴ്ച ഒരു 250-നും 300-നും ഇടയ്ക്ക് ഇല്ലന്റും പോസ്റ്റ് കാർഡും കവറും വന്ന് ചെയ്തു. എവിടെ ആര് കത്തെഴുതുന്നു എന്നാണല്ലോ നമ്മളുടെ ചോദ്യം. കത്തെഴുത്ത് അപ്രത്യക്ഷമായി പോയില്ലേ? നമ്മൾ എവിടെ പോസ്റ്റ് ഓഫീസ്, എവിടെ കത്ത് എന്നല്ലേ ചോദിക്കുക. പക്ഷേ ഇത്രയും കത്തുകൾ, നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ, ഞങ്ങൾ കത്തുകൾ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ കേട്ടോ. വരികയാണെങ്കിൽ കാണിച്ചു തരാം. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമുക്ക് പണ്ടൊരു ആകാശവാണിക്ക് പണ്ട് ഒരു ഓഡിയൻസ് റിസർച്ച് യൂണിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ എത്ര പരിപാടി ആര് കേൾക്കുന്നു എന്നൊക്കെ അറിയാൻ. ഇപ്പൊ അതൊക്കെ താരതമ്യേന ജോലിക്കാരുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് പുതിയ നിയമനം ഒന്നും ഇല്ലാതായി അതൊക്കെ ഏകദേശം അസ്തമിച്ച മട്ടാണ്. 1-2 പേർ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാര്യമായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് പറ്റില്ല. ഇപ്പോ നമ്മൾ കണക്കാക്കുന്നത് ഈ കത്തുകളെ ആധാരമാക്കിയും വരുന്ന ഇമെയിലുകളെ ആധാരമാക്കിയും ആളുകൾ ആകാശവാണിയിലേക്ക് വിളിക്കുന്ന ഫോൺ കോളുകളെ ആധാരമാക്കിയുമാണ് ഇപ്പോ അതിന്റെ ഒരു ജനപ്രിയത നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പൊ ഈ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മളുടെ ഈ തിരുവനന്തപുരം നിലയത്തിന്റെ പരിധിയിൽ വരുന്ന 5 ജില്ലകളിൽ നിരന്തരമായി പരിപാടികൾ നടക്കുകയാണ്, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്. സാഹിത്യ പരിപാടികൾ, യുവവാണിയുടെ പരിപാടികൾ, ഹെൽത്ത്, കുടുംബ ചികിത്സാ ക്യാമ്പുകൾ, ഇങ്ങനെ പല പരിപാടികൾ നടക്കണം. ആ സ്ഥലത്തെല്ലാം റേഡിയോ ശ്രോതാക്കളുടെ വമ്പിച്ച ഒരു കൂട്ടം വന്ന് ചേരുന്നുണ്ട്. അപ്പൊ ഈ ജനപ്രിയതയെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞതാണ്. ഇപ്പോ ഇത് ഹോമിയോ ഡോക്ടർമാരുടെ ഒരു സംഘടനയാണല്ലോ. ഈ സംഘടന ഇപ്പോ കേരളത്തിൽ ഹോമിയോയ്ക്കെതിരായിട്ടുള്ള വലിയ ഒരു പ്രചരണ പരിപാടി നടക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അതിൽ അവെയർ ആയിരിക്കും. ഹോമിയോ പഠിച്ചിട്ട് അതിൽ നിന്ന് പുറത്തുപോയ നമ്മളുടെ യുക്തിവാദി ആരിഫ് ഹുസൈൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ ഹോമിയോയ്ക്കെതിരെ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അതൊരു എന്താണ് പറയേണ്ടത്, അതിന് അടിസ്ഥാനമില്ലാത്ത ശാസ്ത്രമാണ്, അത് വെച്ച് ചികിത്സിച്ച രോഗം മാറില്ല എന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രചരണമാണ്. പക്ഷെ ആകാശവാണി അതിന്റെ പ്രാരംഭകാലം മുതൽ അതെടുത്ത പോളിസി എന്ന് പറയുന്നത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള എല്ലാ ചികിത്സാ പദ്ധതികൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള എല്ലാ ചികിത്സാ പദ്ധതികൾക്കും തുല്യ പ്രാധാന്യം ആകാശവാണിയിലുണ്ട്. ആകാശവാണിയിൽ ഹോമിയോ ഉണ്ട്, അലോപ്പതി ഡോക്ടർമാർ വരുന്നുണ്ട്, സിദ്ധ വരുന്നുണ്ട്, നമ്മൾ യോഗയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ ചികിത്സാ പദ്ധതികൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ ഹോമിയോ മരുന്ന് കഴിച്ച് അസുഖം മാറ്റിയിട്ടുള്ള ആളുകളാണ്. ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, കൊല്ലത്ത് താമസിച്ചിരുന്നതാണ്, കൊല്ലത്ത് മുഖത്തല. അവിടെ പട്ടത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തങ്കി ഡോക്ടർ, അദ്ദേഹത്തിന്റെ ശരിയായ പേര് വേറെന്തോ ആണ് കേട്ടോ, തങ്കി ഡോക്ടർ എന്നാണ് വിളിക്കുക. അദ്ദേഹം അവിടെ ചെറിയ ഒരു വീടായിട്ട് ആരംഭിച്ചിട്ട് ഈ ഹോമിയോ ചികിത്സ കൊണ്ട് വലിയ മണിമാളിക പോലത്തെ വീടൊക്കെ വെച്ച് കേട്ടോ. അദ്ദേഹം എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് അസുഖമൊക്കെ ആകുമ്പോൾ എന്റെ ഒരു സന്തോഷം ചെറിയ പനി വരണേ എന്നുള്ളതാണ്. മധുരം ഉണ്ടല്ലോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ മറ്റു ഗുളികകൾ കഴിക്കുന്ന പോലെ ഇഞ്ചക്ഷൻ ഇല്ല, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആകാശവാണി അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ നമ്മളുടെ ആകാശവാണിയുടെ ഈ ഹെൽത്ത് പരിപാടി നമ്മൾ ആരംഭിക്കുന്നത് 1967 ജൂണിലാണ് അത് ആരംഭിക്കുന്നത്. അതിന്റെ കാരണം വമ്പിച്ച ജനസംഖ്യാ സ്ഫോടനം ഉണ്ടായിട്ട് ഇന്ത്യ ജനസംഖ്യ കൊണ്ട് വീർപ്പുമുട്ടിയ ഒരു കാലമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇതൊരു സമ്പത്തായിട്ടാണ് കരുതുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ ജനസംഖ്യയെ ഒരു സമ്പത്തായി കരുതുന്ന തരത്തിൽ നമ്മുടെ പോളിസി മാറിയിട്ടുണ്ട്. അന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈ ജനസംഖ്യ ഒരു ഭാരമാണ് എന്ന് വിചാരിച്ചിരുന്ന കാലത്ത് ജനസംഖ്യയെ നിയന്ത്രിക്കാൻ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണം എന്നതിന് വേണ്ടിയിട്ടാണ് ആകാശവാണി പരിപാടി ആരംഭിക്കുന്നത്. അന്ന് ഇതിന്റെ പേര് കുടുംബാസൂത്രണ വിഭാഗം എന്നാണ്. ഫാമിലി പ്ലാനിങ് ഒരു സെക്ഷൻ ആകാശവാണിയുടെ. ആ കാലത്ത് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ എസ് രമേശൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിയ, എനിക്കിനി ONV സാർ പോലും എഴുതിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ. ആ കാലത്ത് എഴുതിയ പാട്ടുകളുണ്ട് കേട്ടോ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി. കേരളത്തിലെ ഏത് ചലച്ചിത്ര ഗാനത്തോടും ഏത് ലളിതഗാനത്തോടും കിടപിടിക്കുന്ന ഗാനങ്ങൾ ഏറ്റവും വലിയ എഴുത്തുകാരെ കൊണ്ട് ഏറ്റവും മികച്ച സംഗീത സംവിധായകർ, അന്ന് സംഗീത സംവിധായകരെ അന്വേഷിച്ച് പുറത്തു പോകണ്ട, തിരുവനന്തപുരത്ത് MG രാധാകൃഷ്ണനുണ്ട്, പെരുമ്പാവൂർ G രവീന്ദ്രനാഥ് ഉണ്ട്, ഉദയഭാനു ചേട്ടനുണ്ട്, അങ്ങനെ നിരവധി സംഗീത സംവിധായകർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കോഴിക്കോട് അതുപോലെ തന്നെ K രാഘവനുണ്ട്, കുഞ്ഞിരാമൻ മാഷുണ്ട്, അങ്ങനെ കോഴിക്കോടും ഉണ്ടായിരുന്നു സംഗീത സംവിധായകർ, തൃശ്ശൂരും ഒക്കെ ആയിട്ട്. അപ്പൊ ഈ അന്ന് കുടുംബാസൂത്രണത്തിന് വേണ്ടി പാട്ടുകൾ എഴുതുക,
കുടുംബാസൂത്രണത്തിന് വേണ്ടി ദീർഘമായ ഫാമിലി സീരിയൽ പ്ലേ ഉണ്ടാക്കുക, അത് തുടർ നാടകങ്ങൾ. നമ്മൾ ഈ സീരിയൽ ഒന്നും അല്ല മലയാളിക്ക് തുടർച്ചയായിട്ട് കേൾക്കുന്ന അസുഖം ഉണ്ടാക്കിയെടുത്തത്. ആ അസുഖം ആകാശവാണി ഉണ്ടാക്കിയെടുത്ത അസുഖം കൂടിയാണ് കേട്ടോ അത്. തുടർ നാടകങ്ങൾ നമ്മളൊക്കെ അത് കാണാൻ വേണ്ടി സതീഷ് ചന്ദ്രൻ സാറൊക്കെ അല്ലേ അഭിനയിക്കുന്നത്. ടി.പി. രാധാമണിയും സതീഷ് ചന്ദ്രൻ സാറും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നത്. സതീഷ് ചന്ദ്രൻ സാർ ആകാശവാണിയുടെ പ്രേം നസീർ ആയിരുന്നു. വലിയ റൊമാൻറ്റിക് ഹീറോ ആയിട്ടൊക്കെ അഭിനയിക്കാൻ അസാധ്യ സിദ്ധി ഉണ്ടായിരുന്ന ഒരാൾ. ആവേശമില്ലാതെ സ്പോർട്സ് കമന്ററി പറഞ്ഞ് നമുക്ക് ആവേശം ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു തന്ന ആളാണ് കേട്ടോ. ഫുട്ബോളിൽ ഗോളൊക്കെ അടിക്കുമ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, എന്ത് ദാമോദറാണ് നമ്മളുടെ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തെ പോലെ വമ്പിച്ച ബഹളമൊന്നും ഉണ്ടാക്കാതെ ഗോൾ എന്നൊക്കെ വിളിച്ച് ബഹളം ഉണ്ടാക്കാതെ ഈ കളി അങ്ങനെ പറഞ്ഞ് ഒരു ഗോൾ അടിച്ചതിന്റെ ആവേശം ഉണ്ടാക്കുന്ന സതീഷ് ചന്ദ്രൻ സാറൊക്കെ ആയിരുന്നു അന്നത്തെ ആക്ടേഴ്സ്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നമ്മളിങ്ങനെ ഈ കുടുംബാസൂത്രണത്തിന്റെ ആണെന്നറിയാതെ നമ്മൾ ഈ നാടകം കേട്ടിരുന്നിട്ട് അവസാനം ഇനി എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ച എത്ര രക്ഷിതാക്കളുണ്ട് ഇന്ത്യയിൽ. അങ്ങനെ പല സ്ഥലത്ത് പരിപാടി നടത്തിയിട്ട്. കാരണം ഇത് നമ്മൾ പോലും അറിയാതെ ഒരു മെസ്സേജ് നമ്മളിലേക്ക് കൊടുക്കാൻ കഴിയും. പക്ഷെ ഇതിനെ പിന്നീട് 1979 ഇതിന്റെ പേര് മാറ്റി. ഇതിന്റെ പേര് മാറ്റിയിട്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്നാക്കി. ഇത് ആരോഗ്യ കുടുംബക്ഷേമ പരിപാടിയാക്കി. ഇപ്പോഴും അതിന്റെ പേര് എങ്ങനെയാണ്? ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്നാണ്. ഇവിടെ നിങ്ങളൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്, ആകാശവാണിയുടെ 12:40 പ്രകാശധാര എന്ന് പറയുന്ന പരിപാടി. എത്രയോ വർഷമായെന്നറിയോ തുടങ്ങിയിട്ട്? എത്രയോ വർഷമായി. പ്രകാശധാരയൊക്കെ നൂറുകണക്കിന് എപ്പിസോഡുകൾ ഇതിനകം പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു. 12:40 എന്ന് പറയുന്നത് ഒരു വളരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈം ടൈമായി. സാധാരണ ഇപ്പൊ സാറൊക്കെ പറയുന്നത് പോലെ ടെലിവിഷനിൽ ഒരിക്കലും ഒരു പ്രൈം ടൈം ആവാൻ സാധ്യതയില്ലാത്ത സമയമാണ് ഈ 12:40. പക്ഷെ ആകാശവാണിയുടെ ഒരു പ്രൈം ടൈമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കേൾവിക്കാർ വീട്ടമ്മമാരാണ്. അല്ലാതെ നമ്മൾ ഈ ആരോഗ്യ പരിപാടികളുടെ ഒക്കെ പ്രധാന കേൾവിക്കാർ വീട്ടമ്മമാരാണ്. ആ വീട്ടമ്മമാർ കേൾക്കുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള ഒരു പരിശ്രമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, അതുപോലെ പൊതുവായ ആരോഗ്യം, ഇതിനു വേണ്ടിയിട്ടാണ് ആ പരിപാടി ആരംഭിച്ചത്. ആ പരിപാടി ഇന്നും അഭംഗുരം തുടരുന്നു. ആകാശവാണിയെ കുറിച്ച് ആദ്യകാലത്തെ ഒരു പേരുദോഷം, നമ്മളോട് അങ്ങോട്ട് നമ്മുടെ വാദമുഖങ്ങൾ കേൾക്കാതെ ഇങ്ങോട്ട് സംസാരിക്കുന്ന ആളോട് നീ റേഡിയോ ആണോടെ എന്ന് ചോദിക്കുന്ന പതിവുണ്ടായിരുന്നു നമുക്ക്. അങ്ങോട്ട് കേൾക്കുന്നില്ല. ആ പ്രശ്നം പരിഹരിച്ചു. ആ പ്രശ്നം പരിഹരിച്ചിട്ട് നമ്മൾ ഫോൺ ഇൻ പരിപാടികളും ഫോൺ ഔട്ട് പരിപാടികളും ഒക്കെ ആരംഭിച്ചു. അപ്പൊ നമ്മളോട് ശ്രോതാക്കൾ സംവദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ റേറ്റിംഗ് ഉണ്ടാകാമെന്ന് പറയുന്ന, ഏറ്റവും കൂടുതൽ കത്തുകൾ വരുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന പരിപാടികളിലൊന്ന് നമ്മളുടെ ഡോക്ടറോട് ചോദിക്കാം എന്ന് പറയുന്ന പരിപാടിയാണ്. നമ്മൾ രാവിലെ നടത്തുന്ന 11 മണിക്കാണ് ആ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ എക്സാപ്സ് എടുത്തിട്ട് 2 തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ പരിപാടിയാണ്. കേരളത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഈ അറിയിപ്പ് കേട്ടിട്ട് കാത്തിരുന്ന് ആളുകൾ വിളിക്കുന്നത്. അപ്പോ ആ തരത്തിൽ ആകാശവാണിയുടെ ആരോഗ്യ കുടുംബക്ഷേമ പരിപാടികൾ, അത് വെറുതെ ആരോഗ്യം, ഇത് രോഗമല്ല. നമ്മളിപ്പോ ആകാശവാണിയെ സംബന്ധിച്ച് നിങ്ങളെ ഒരു മഹാരോഗിയാക്കി മാറ്റുക എന്നതല്ല അതിന്റെ ലക്ഷ്യം. ഈ രോഗത്തെ പറഞ്ഞ് പേടിപ്പിക്കലാണല്ലോ. മനഃശാസ്ത്രം മാസിക ഇറങ്ങിയ കാലത്ത് ഞാനൊക്കെ അതിന്റെ തുടക്കകാലത്ത്, ഞാൻ കോളേജ് വിദ്യാർത്ഥിയാണെന്ന് സംശയമുണ്ട് എനിക്ക്. ഞാൻ ആ സമയത്തൊക്കെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ മാത്യു സാറും PM മാത്യു വെല്ലൂരും KS ഡേവിഡും ഒക്കെ ചേർന്നിട്ടാണ് അത് ആദ്യമായിട്ട് ഇറങ്ങുന്നത്, മനഃശാസ്ത്ര മാസിക. അത് വായിച്ചിട്ട് ഞാൻ ഒരുപാട് ദിവസം ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഈ രോഗമെല്ലാം എനിക്കുണ്ടോ എന്ന് വിചാരിച്ചിട്ട്, എനിക്ക് സ്കിസോഫ്രേനിയ ഉണ്ടോ, എനിക്ക് മറ്റേ അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വായിച്ചിട്ട് ലക്ഷണങ്ങളെല്ലാം ഏകദേശം കറക്റ്റ് ആണ് നമ്മൾ വായിക്കുമ്പോൾ. ഈ രോഗലക്ഷണങ്ങൾ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തുകയല്ല ആകാശവാണിയുടെ ആരോഗ്യ പരിപാടിയുടെ ലക്ഷ്യം. പകരം അവരെ അതിനെക്കുറിച്ച് ബോധമുള്ളവരാക്കുകയും ഭയമില്ലാത്തവരാക്കുകയുമാണ്. കോവിഡ് കാലത്ത് നേരത്തെ സാറ് പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. കോവിഡ് കാലത്ത് സാറ് ജോലിക്ക് പോയി എന്ന് പറയുന്ന പോലെ തന്നെ ഞാനും ഒക്കെ എല്ലാ ദിവസവും പോയിരുന്ന ഒരാളാണ്. എല്ലാ ദിവസവും വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മളപ്പോ വിവിധ ജില്ലകളിലുള്ള കോവിഡിന്റെ അതുമായിട്ടുള്ള നോഡൽ ഓഫീസർമാരുമായിട്ട്, ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിത്യേന 2 or 3 പ്രോഗ്രാമുകൾ ആ സമയത്ത് പ്രക്ഷേപണം ചെയ്തിരുന്നു. വലിയൊരു ആശ്വാസം ആളുകളിൽ പകർന്നിരുന്നു. ഭയപ്പെടുത്താതിരിക്കുക. നമ്മൾ ഈ ശാരീരിക അകലം എന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിന് സാമൂഹിക അകലം എന്നാണ് പറഞ്ഞത്. നമ്മളെ പരിഭാഷയിലൂടെ ചെറിയ പറ്റിപ്പോയൊരു പ്രശ്നമായിരിക്കും നമ്മളുടെ ആദ്യകാലത്ത്. അത് അങ്ങനെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള 2 ശരീരങ്ങൾ തമ്മിലുള്ള അകലത്തിന് പകരം നമ്മൾ സാമൂഹിക അകലം എന്ന് പറഞ്ഞു. കേരളീയർ വളരെ കൃത്യമായി കേട്ടു എന്ന് തോന്നുന്നു. അയൽക്കാരന് കോവിഡ് ഉണ്ടെന്ന് തോന്നിയാൽ ഇപ്പുറത്ത് കഥകളെല്ലാം അടച്ചിട്ട് അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അന്വേഷിക്കാത്ത തരത്തിൽ ആളുകൾ മറ്റാളുകളെ നിരാകരിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോയി.
അപ്പോ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ ആ സമയത്ത് ഒരുമിച്ച് നിന്നു. പക്ഷെ ആകാശവാണി അതിനകത്ത് ഇങ്ങനെ ഒരു സേവനം ചെയ്തുകൊണ്ടേയിരുന്നു എല്ലാ സമയത്തും. അപ്പോൾ ആ തരത്തിൽ ആകാശവാണി അതിന്റെ ആരോഗ്യ പരിപാടികളിൽ ഏറ്റവും കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും ആ ഇടപെടലിനനുസരിച്ച് ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും സാധാരണക്കാരൻ ഇപ്പോഴും ആശ്രയിക്കാവുന്ന മാധ്യമമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഏത് മാധ്യമം ഹോമിയോപ്പതിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആകാശവാണി അതിനെ കൈവെടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആകാശവാണിയിൽ അതുണ്ടാവും. കാരണം അത് ഗവൺമെന്റ് അംഗീകരിച്ച ഏത് ചികിത്സാ പദ്ധതിയെയും നമ്മൾ അംഗീകരിക്കും ആ തരത്തിൽ. മാത്രമല്ല, നമ്മൾ ഈ രോഗത്തെ സമീപിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും. ആരോഗ്യ നികേതനം എന്ന് പറയുന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യ നികേതനം ഡോക്ടർമാർ വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായി അത് വായിക്കുകയും എല്ലാ മെഡിക്കൽ കോളേജുകളിലും അത് പാഠപുസ്തകമാക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇംഗ്ലീഷിലും കിട്ടും വായിക്കാൻ, മലയാളത്തിലും കിട്ടും, ബംഗാളി, ഹിന്ദിയിലെല്ലാം കിട്ടും. അത് നമ്മൾ ജീവിതവും മരണവും തമ്മിലുള്ള ഒരു നിരന്തരമായ സംഘർഷത്തെ കുറിച്ചാണ് ആ നോവൽ നമ്മളോട് പറയുന്നത്. അതിനകത്ത് ബിഗർ ദാൻ ലൈഫ് സൈസിലുള്ള ഒരു കഥാപാത്രമുണ്ട്, പരമ്പരാഗത ചികിത്സാ രീതി നടത്തുന്ന ജീവൻ മഷായി എന്ന് പറയുന്ന കഥാപാത്രം. ആ ജീവൻ മഷായി എന്ന് പറയുന്ന കഥാപാത്രം നാടി നോക്കിയിട്ട് ആളുകളുടെ രോഗം പ്രവചിക്കുകയും ആളുകളുടെ മരണം പ്രവചിക്കുകയും ചെയ്യും. അവിടെ പ്രദ്യോതം എന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഒരാൾ വരുമ്പോ, ഒരു ഡോക്ടർ വരുമ്പോ അയാളുമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് പറയുന്ന വളരെ കൃത്യമായിട്ടൊരു കാര്യമുണ്ട്. ഈ മരണം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്ന് അതിൽ പറയുന്നു. ബധിരയും അന്ധയും മൂകയുമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവൾ വെള്ള വസ്ത്രം ധരിക്കുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് കവിതയിൽ എഴുതിയിട്ടുണ്ട്, ബധിരയായി, അന്ധയായി, മൂകയായി, നിരുപമ പിങ്കള കേശിനിയായി, ഒടുവിൽ നീ എൻ മുന്നിലും വന്നു നിൽക്കും എന്ന് പറഞ്ഞിട്ട് മരണത്തെക്കുറിച്ച് പറയുന്ന ഈ സങ്കല്പമാണ്. പിങ്കള കേശിനിയാണ്, ചുവന്ന മുടിയുള്ള, കാതും കണ്ണും കണ്ണ് കാണാൻ, കാത് കേൾക്കാൻ, സംസാരിക്കാൻ വയ്യാത്ത ഒരു സ്ത്രീയാണ് മരണം എന്നാണ്. ജീവൻ മഷായി പറയും, എനിക്ക് ഈ നാടി പിടിക്കുമ്പോൾ എനിക്ക് അവളുടെ പദപാദം കേൾക്കാം. എന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദൗത്യം എന്നത് അവൾ ഒരാളിലേക്ക് പ്രവേശിക്കാതെ തടയുക എന്നതാണ്. ഞാൻ ആ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ മരണത്തിന്റെ പദപാദം കേൾക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ഈ മനുഷ്യനെ തടയാൻ ഒരു സഹായം വേണം. ആ മനുഷ്യനെ തടയാൻ എന്തു വേണം എന്നതാണ് പ്രശ്നം. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശത്രുക്കളെ കൊണ്ടു നടക്കുന്നു. നിങ്ങൾ ഈ ഓരോ രോഗവും നിങ്ങളുടെ രിപുക്കളാണെന്ന് പറയും. രിപു എന്ന് പറഞ്ഞ ശത്രു. നിങ്ങളുടെ ശരീരത്തിൽ ശത്രുവിനെ കൊണ്ടു നടക്കുന്നു. എങ്ങനെ കൊണ്ടു നടക്കുന്നു? നിങ്ങളുടെ ഭക്ഷണശീലം കൊണ്ട്, നിങ്ങളുടെ അമിത വ്യായാമം കൊണ്ട്, അമിതമായ അധ്വാനം കൊണ്ട്, നിങ്ങളുടെ അമിതമായ ഉറക്കം കൊണ്ട്, ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെ ചെയ്യുന്നോ അതുവഴി നിങ്ങൾ ഈ പിങ്കളകേശിനിയായ മരണത്തെ ക്രമേണ ശരീരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന് അദ്ദേഹം പറയും. ഒരുപക്ഷെ ഹോമിയോയുടെയൊക്കെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമീപനത്തിൽ മനുഷ്യന്റെ ശരീരത്തെ ആകെ കാണുന്നത് വഴി അതുവഴി അത് ചിലപ്പോ അങ്ങനെ ഒരു ചികിത്സാ പദ്ധതി ഈ ലോകത്തിന് വളരെ അത്യാവശ്യമല്ലേ? എനിക്ക് വളരെ യോജിപ്പുള്ള ഒരു ചികിത്സാ പദ്ധതി ആകട്ടെ. ഇതിനിപ്പോ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നുണ്ട് അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അമ്മയുടെ ചരമദിനമാണെന്ന്. അമ്മ മരിച്ചിട്ട് 3 വർഷമായി. എൻ്റെ അമ്മയ്ക്ക് കാലിന്റെ മുട്ടിന് അസാധ്യ വേദനയാണ് കേട്ടോ, നടക്കാൻ വയ്യ. അമ്മ സ്കൂൾ അധ്യാപികയായിരുന്നു. നിരന്തരം 16 കിലോമീറ്റർ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുള്ള യാത്ര, സ്കൂളിൽ നിന്നുള്ള പഠിപ്പിക്കൽ, വീട്ടിൽ വന്നാൽ ഞാനും അച്ഛനും മെയിൽ ഷോവനിസ്റ്റുകളായിട്ട് ഇരിക്കുക, അമ്മ മുഴുവൻ അടുക്കള ജോലി ചെയ്യുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലെ സ്ത്രീകൾക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പരിഗണിക്കില്ലല്ലോ, വിശ്വസിക്കില്ല. മുട്ടുവേദന സാരമില്ല, മാറിക്കോളും എന്ന് പറയുന്ന പഴയ കാലമുണ്ടല്ലോ. ഇപ്പൊ കുറെ കൂടെ സ്ത്രീകൾ തന്നെ ശ്രദ്ധിക്കും. ഈ കാര്യമൊക്കെ റേഡിയോ ഒക്കെ കേട്ടും കാര്യങ്ങൾ വായിച്ചും ഒക്കെ സ്ത്രീകൾക്ക് നല്ല അറിവുണ്ട്. അന്ന് അതില്ലല്ലോ. അപ്പൊ അമ്മ കൊല്ലത്തുള്ള പ്രഭാകരൻ നായർ എന്ന് പറയുന്ന ഡോക്ടർ പ്രഭാകരൻ നായർ ഉണ്ടായിരുന്നു. ഹോമിയോ ഡയറക്ടർ ആയിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഈ നമ്മളുടെയൊക്കെ വീട്ടിൽ ഈ പുസ്തകങ്ങൾ ഇരിക്കുന്നത് പോലെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ അടുക്കി സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചത് ഹോമിയോയെ പറ്റിയുള്ള പുസ്തകങ്ങളായിരിക്കും ഇദ്ദേഹം സൂക്ഷിച്ചല്ല, രോഗികളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. അമ്മ ചെന്ന് ആദ്യത്തെ തവണ കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, ടീച്ചറുടെ പേജ് എന്ന് പറയുന്നത് ഏതോ ഇത്രാമത്തെ വോളിയത്തിൽ 236 പേജാണ്, അത് ടീച്ചർ വരുമ്പോഴെല്ലാം കുറിച്ചു വെച്ചുകൊണ്ട് വരണം, എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയോട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, ഒരാളുടെ ജീവിതത്തിൽ അയാള് ഏറ്റവും സൂക്ഷ്മമായി എന്തൊക്കെ ചെയ്യുമോ അതിനെക്കുറിച്ചെല്ലാം ചോദിച്ചിട്ട് അമ്മയുടെ ഒരു ലഘു ജീവചരിത്രം അദ്ദേഹം അവിടെ എഴുതി സൂക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ അമ്മയ്ക്ക് വളരെയധികം ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, കൊള്ളാലോ, നമ്മളുടെ ജീവിതരേഖ മുഴുവൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഉറങ്ങുന്നത്, ചരിഞ്ഞു കിടന്നാണോ ഉറങ്ങുന്നത്, നേരെ കിടന്നാണോ ഉറങ്ങുന്നത്, അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചോദ്യങ്ങൾ.
അപ്പൊ നിങ്ങളുടെ ശരീരത്തെ ആകെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കാണുകയും നിങ്ങളുടെ ശരീരത്തെ ആകെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ പദ്ധതിക്ക് മനുഷ്യരുടെ ആവാസ ഭൂമിയായിട്ടുള്ള ആവാസ സ്ഥലമായിട്ടുള്ള ഈ ഭൂമിയിൽ ഒരു സ്ഥാനമുണ്ട്. അത് നിങ്ങൾ ഇനി ആര് നിഷേധിച്ചാലും ആയുർവേദത്തിന്റെ പ്രത്യേകത അതല്ലേ? ആയുർവേദത്തിന്റെ പ്രത്യേകത അതാണല്ലോ. അത് രോഗം വരാതിരിക്കാൻ വേണ്ടി, അതൊരു സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ്, രോഗത്തിനുള്ള ചികിത്സയല്ല. അതൊരു സ്വാസ്ഥ്യത്തിനുള്ള ചികിത്സയാണ്. അപ്പൊ ഈ പദ്ധതികൾക്കെല്ലാം, ഈ ചികിത്സാ പദ്ധതികൾക്കെല്ലാം അതിൻ്റെതായ സ്ഥാനമുണ്ട്. ആകാശവാണി അതിന്റെ ആരോഗ്യരംഗം വഴി അതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എല്ലാ കാലത്തും. ഇപ്പൊ അതിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി ആശ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും പുതിയ രോഗങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയും അതിന്റെ അവസ്ഥകൾ അന്വേഷിക്കുകയും ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലാ കാലത്തും ആകാശവാണി. ജോസഫ് സാർ എന്ന് പറയുന്ന വളരെ പഴയ ആളുണ്ടായിരുന്നു, ജോസഫ് സാറ്. ആ ജോസഫ് സാർ മുതൽ ഇങ്ങോട്ട്, അത് കഴിഞ്ഞിട്ട് എസ് ചന്ദ്രൻ, പിന്നെ PU ജോസ്, അതും കഴിഞ്ഞിട്ട് വാസുദേവ് കുറച്ചു നാൾ നോക്കി, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ ആശ വരുന്നത്. അപ്പൊ PA ബിജു ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ചു നാള്. അങ്ങനെ ഇവരെല്ലാം, അതൊന്നും ഇവരാരും വൈദ്യശാസ്ത്രം പഠിച്ചിട്ട് വരുന്നവരല്ല. പക്ഷേ ഇവർ കഠിന പരിശ്രമം ചെയ്ത് ഇതേക്കുറിച്ച് പഠിച്ചിട്ടാണ് അത് ചെയ്യുക. അത് ജനങ്ങൾക്ക് എല്ലാ തരത്തിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാനിത് ഉപസംഹരിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ആകാശവാണിയുടെ ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി ചെയ്യുന്ന ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഇത് ആശയ്ക്ക് അസൗകര്യം ഉള്ളതുകൊണ്ടാണ് എന്നെ നിയോഗിച്ചത് കേട്ടോ. ഇവിടെ ആകാശവാണിയിൽ പൊതുവെ ഇങ്ങനെയൊക്കെ വരുന്ന എന്ത് കാര്യം വന്നാലും അത് എന്നാൽ പിന്നെ ഇയാൾക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കൽ പതിവുണ്ട്. അങ്ങനെ വന്നുപെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇതിനു വേണ്ടി പഠിച്ചൊക്കെ ഉണ്ടാക്കിയതും കൂടെയാണ് കേട്ടോ. ഞാനത് വർഷങ്ങളായിട്ട്, എനിക്ക് 34 വർഷമായി ഞാൻ ആകാശവാണിയിൽ. അടുത്ത 2 മാസം കഴിഞ്ഞ് ഏപ്രിൽ 30 ഞാൻ ആകാശവാണിയിൽ നിന്ന് വിരമിക്കും. അപ്പോ ഇത്രയും കാലത്തെ എന്റെ അനുഭവത്തിൽ കോഴിക്കോട് ഈ പരിപാടിയുടെ പേര് ഗ്രാമശ്രീ എന്നോ മറ്റോ ആണ്, ഈ 12:40 പരിപാടിയുടെ. ഇപ്പം പ്രകാശധാര കേരളം മുഴുവൻ റിലേ ചെയ്യുന്നത്. അപ്പോൾ ആകാശവാണിയുടെ ഇന്ത്യ മുഴുവൻ ആകാശവാണി ഈ കാര്യത്തിൽ വളരെ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ അത് ഓർക്കുകയും ഈ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തയ്യാറാവുകയും അതിൽ നിങ്ങളെക്കാൾ എത്രയോ ഈ കാര്യങ്ങളിൽ അറിവ് കുറഞ്ഞ ഒരു മനുഷ്യനായിട്ടുള്ള ഞാൻ സംസാരിക്കുന്നത് ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയും ഇടയ്ക്ക് എന്നെ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ശ്രീ മനോജ് വർമ്മ സാറ് ഇന്ന് സംസാരിച്ചപ്പോൾ കൈരളി TV-യിൽ ഇത്രയും കാലമായി സ്തുത്യർഹമായി സേവനം അനുഷ്ഠിക്കുന്ന അദ്ദേഹം റേഡിയോയെ, ആകാശവാണിയെ ഇങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ എന്നറിഞ്ഞിട്ടുള്ള എൻ്റെ ആഹ്ലാദം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം. വളരെ നന്ദി സാർ. എന്തായാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വലിയ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും ഓരോരുത്തരുടെ മനസ്സിലൂടെ ഒരു ഓർമ്മകളുടെ ഇരമ്പലുകൾ ഇങ്ങനെ കടന്നു പോവുകയും ചെയ്തു. അങ്ങ് പറയുന്നത് പോലെ സതീഷ് ചന്ദ്രൻ സാറ്, അതുപോലെ ശ്രീമാൻ രവീന്ദ്രൻ ചെന്നിലോട്, ഇങ്ങനെ ധാരാളം പേര് എൻ്റെ പിതാവിനെ കാണാൻ വരുമായിരുന്നു. സതീഷ് ചന്ദ്രൻ സാർ എൻ്റെ വീടിനടുത്തുള്ള ഒരാളാണ്. അവരൊക്കെ നല്ല, അതുപോലെ തന്നെയാണ് ഈ പ്രകാശത്താർക്ക് ഞാൻ പലതവണ വന്നിട്ടുണ്ട്. ശരിക്കും ചെന്ന് കയറുമ്പോൾ ഒരു ആംബിയൻസ് അപാരമാണ്. തിരുവനന്തപുരം ആകാശവാണി നിലയം എന്ന് പറയുമ്പോൾ സർ CP രാമസ്വാമി അയ്യരുടെ ഭക്തിവിലാസം കൊട്ടാരമാണ്. അവിടെ സർ CP ഉപയോഗിച്ചിട്ടുള്ള മേശയാണ് ആകാശവാണി ഡയറക്ടറായ ശ്രീ ശിവകുമാർ സാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ അന്തസ്സും ആകാശവാണി തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ R വെങ്കിട്ടരാമൻ വാർത്താ വിതരണ പ്രക്ഷേപണത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു റേഡിയോ ലൈസൻസ് എടുത്ത് കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ ആദരണീയരായ അതിഥികളോട് സംവദിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. നമുക്കൊരു 10 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ധാരാളം പരിപാടികൾ ഈ റേഡിയോയുടെ ഒരു ആൾക്കാരുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പറയുകയാണെങ്കിൽ, ഇടയ്ക്ക് ഒരു പ്രോഗ്രാം കണ്ട് ഒരു സ്ത്രീ പറയുകയുണ്ടായി, എൻ്റെ വീട്ടിൽ 3 റേഡിയോകളുണ്ട്. അപ്പൊ ഞാൻ മക്കളോട് പറയും, ഞാൻ മരിച്ചു പോയാൽ ഒരു റേഡിയോ എന്നോടൊപ്പം അടക്കണമെന്ന്. അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അത് ആകാശമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. ഈ റേഡിയോ FM ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ആളുകളുടെ അതിന്റെ ഇതിനെക്കുറിച്ചുള്ള എന്താ പറയുക അവലോകനങ്ങൾ അപാരമായിട്ടുണ്ട്. ഇടയ്ക്ക് ഒരാൾ പറയുണ്ടായി, നിങ്ങൾ ഗാനസല്ലാവോ എന്നാണ് പക്ഷെ ചോദിച്ചല്ല കുടുംബ വിശേഷമാണല്ലോ എന്ന്. ഒരു പ്രേക്ഷകൻ ചോദിച്ചു. അപ്പൊ അത്രത്തോളം ശ്രീ ജോഷിലാൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഷ, ഇപ്പൊ ഈ നമ്മുടെ IFPS ഇംഗ്ലീഷ് സെഷൻ ഞാൻ പലപ്പോഴും മോഡറേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെ സാധ്യമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ ആണ്. റേഡിയോയിലെ വാർത്തകൾ കേട്ടിട്ടും ക്രിക്കറ്റ് കമന്റ് കേട്ടിട്ടുമാണ് നമുക്ക് ആ സംസാരിക്കുന്ന ഒരു ലെവലുണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും ആകാശവാണി അത്ഭുതകരമായ ചലനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെന്നുള്ളത് സത്യമാണ്. സലിംകുമാർ ഡോക്ടറെ എന്തെങ്കിലും പറയാനുണ്ടോ?
സെലിം കുമാർ ഡോക്ടറെ, ഹരിഹരൻ സാർ സംസാരിക്കുമോ? ഹലോ ഹലോ ഡോക്ടർ മനോജ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് നടത്തിയതിനോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൽ റേഡിയോയുടെ പ്രാധാന്യം വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പോലും സമ്മതിക്കുന്നല്ലോ റേഡിയോയിലൂടെ. കുട്ടികളുടെയൊക്കെ ഈയിടെ സംസാരിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഒരു തൃപ്തിയുള്ള ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഈ റേഡിയോ പ്രഭാഷണത്തില് ഏതാണ്ട് 1 മണിക്കൂർ നേരം ഹോമിയോപ്പതിയെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടി വന്നു. അത് ഒരു ഒരു ദേവദത്ത് ജി പുറക്കാട് എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് സംസാരിപ്പിച്ചത്. അപ്പൊ എനിക്ക് വളരെ അതിന്റെ CD എൻ്റെ കയ്യിൽ ഉണ്ട്. ഇപ്പൊ അവരെനിക്ക് CD അതിന്റെ സംസാരിച്ചതിന്റെ CD പാക്ക് ചെയ്ത് തന്നു. അന്ന് ഞാൻ ഈ 3 സിസ്റ്റവും കൂടി കൺജോയിന്റ് ചെയ്ത് ഒരു നല്ല പുതിയ ഒരു രീതിയിലേക്ക് ചികിത്സാ സമ്പ്രദായം കടക്കണം എന്നായിരുന്നു ഞാൻ കൊടുത്ത ലാസ്റ്റ് മെസ്സേജ്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടത്തിയതിന് ഡോക്ടർ മനോജിനോട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ സംസാരിച്ച മറ്റ് 2 പേരോടും വളരെയധികം നന്ദിയുണ്ട്. വളരെ നന്നായിട്ട് സംസാരിച്ചു. രണ്ടാമത് അദ്ദേഹത്തിന്റെ പേര് ശ്രീകുമാർ വളരെയധികം നന്നായിട്ട് സംസാരിച്ചു. വളരെയധികം സന്തോഷം തോന്നുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ശ്രീകുമാർ മോത്തല സാർ ഇപ്പൊ ആകാശമുള്ള താരമാണ്. കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മലയാള ദിന പരിപാടിക്ക് സാർ സംസാരിക്കാൻ വന്നിരുന്നു. വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സാറ് പറയുകയുണ്ടായി, ഈ കേൾവിയിൽ നിന്ന് മനസ്സിലേക്ക് പ്രവേശിക്കുന്നുള്ളത് വളരെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോത്തിൻ്റെക്കുള്ള ഇതൊന്നും ഈ ഭാര്യയെ ആകാശവാണി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ വളരെ രസകരമായിട്ട് തോന്നിയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻഫർമേഷൻ ആണ്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ മൻ കി ബാത്ത് ധാരാളം പേര് കേൾക്കുന്നുണ്ട്. ഞാൻ 1 പ്രാവശ്യം യാദൃച്ഛികമായിട്ട് കേട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു PhD തീസിസ് ഉണ്ടെന്ന് തോന്നി. അത്ര സൂക്ഷ്മമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പല കാര്യങ്ങൾ പറയാറുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ ആകാശമുള്ള വാർത്ത, ശ്രീ രാമചന്ദ്രൻ വാർത്ത വായിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം രാമചന്ദ്രനെ അനുകരിക്കാത്ത ഒരു മിമിക്രി പരിപാടി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര ഭംഗി. അതുപോലെ ബാലലോകം, മഹളാലയം, പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടതും കേട്ടതും ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു സാറേ. നേരത്തെ തന്നെ ഉണ്ട് സാർ. അത് ഇടയ്ക്ക് ബ്രേക്ക് ആയിട്ടുണ്ടതാ ഉണ്ടാ? ഇല്ല, ബ്രേക്ക് ആയിട്ടില്ല. അത് അതിന്റെ ഒരു ക്വാളിറ്റി ശകലം കുറഞ്ഞിട്ടുണ്ടാവും പണ്ടത്തേക്കാളും. അതെ, മുമ്പ് ഞായറാഴ്ച 8 മണിക്കായിരുന്നല്ലോ, 8 മണി തൊട്ട് 8:05 വരെ. അത് കഴിഞ്ഞ് നാടക സമയം മാറിയിട്ടുണ്ട്. അതെ, അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാൻ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഒരു കാര്യം പറയട്ടെ. പറയൂ സാർ. അതായത് ഈ റേഡിയോയിലുള്ള ലിസണിങ് എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അതിന് വേറെ ഒരു മീഡിയയ്ക്കും അത്ര ലിസണിങ്. ഇപ്പം പണ്ട് ഭാര്യ ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് എന്നുള്ള അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധ ഈ ഓർമ്മയിലേക്ക് തങ്ങി നിൽക്കുകയാണ്. അത് വേറെ ഒരു മീഡിയയിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നിരിക്കുന്നില്ല. ആ വാർത്തകളൊക്കെ പൂർണ്ണമായിട്ട്. അതുപോലെ കമൻട്രി എൻജോയ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റേഡിയോയിലുള്ള കമൻട്രിയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം TV-യിലൊക്കെ വരുന്ന ഒന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്ര എൻജോയ്മെന്റ് കിട്ടുന്നില്ല. ഇത് നമ്മളെ കാണുന്നതിനേക്കാളും ഭയങ്കരമായിട്ടാണ് ആ ലിസണിങ്ങുമായിട്ടുള്ള ബന്ധത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഇത് രണ്ടുമാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. സലീം ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? സാറേ, ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശബ്ദം ആണ് നമ്മളെ പലപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. കാഴ്ചയേക്കാളും കൂടുതൽ ശബ്ദം കുറെ കാലം നമ്മൾ മനസ്സിൽ കിടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് വീട്ടില് സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ടോ അവരുടെ ജനറൽ നോളജ് മറ്റുള്ളവരെക്കാൾ വളരെ ഹൈ ആയിരിക്കും. ചില തയ്യക്കാര്, ചില ടാക്സി ഡ്രൈവർമാർ, ഇവർക്കൊക്കെയുള്ള IQ എന്താ പറയാ, ജനറൽ നോളജ് GK മറ്റു പലർക്കും ഉണ്ടാവാറില്ല. പക്ഷെ അതിന് ഇപ്പൊ ഒരു കോട്ട സംഭവിച്ചത് നമ്മളുടെ ഈ കമേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇപ്പൊ ഈ പ്രൈവറ്റ് റേഡിയോ FM റേഡിയോകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫുൾ ടൈം ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം. അതിൽ ഇങ്ങനെ യാതൊരു നിലവാരമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട റേഡിയോ സ്റ്റേഷനുകൾ സൈഡ് ട്രാക്ക് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ കേൾക്കുന്ന സാധനം കൊച്ചി FM ആണ്. കൊച്ചി FM എന്ന് പറഞ്ഞാൽ അതിന്റെ നിലവാരം വളരെ ഹൈ ആണ്. പക്ഷേ ഈ കൊച്ചി FM-ന്റെ ഒപ്പം ഇത് മറ്റത് ഫുൾ ടൈം ഓൺ ചെയ്ത് കിടക്കുക. കൊച്ചി FM-ന് മാത്രം ഈ
ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ്, ഉച്ചക്ക് നിങ്ങൾ ഉറങ്ങിക്കൊള്ളണം, ഇത്ര നേരം നിങ്ങൾ ഓഫാക്കിയിട്ടേക്കണം, ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ നിന്ന് കൊടുക്കണമല്ലേ. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, മറ്റേത് ആൾക്കാർക്ക് നന്നാവണമെന്നോ അല്ലെങ്കിൽ വിവരം ഉണ്ടാവണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല, വിവരം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക തലയിലോട്ട്. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ല. ഇന്നിപ്പോൾ ആൾക്കാർക്ക് വേറൊരു ഓൾട്രേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഫുൾ ടൈം പാട്ട് കേൾക്കലും ഈ തറ സാധനങ്ങൾ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 24 മണിക്കൂറും വിവരം കൊടുത്താൽ എന്താണ് കുഴപ്പമെന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ ഈ സാർ. ഗ്യാപ്പിന്റെ ആവശ്യമുണ്ടോ? ഓക്കെ, ശ്രീകുമാർ സാറേ. ഞാൻ കൊച്ചി ആകാശവാണിയിൽ 7 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട് സാർ. പക്ഷെ കൊച്ചിയിൽ എപ്പോഴാ സാർ അത് ഉച്ചയ്ക്ക് അടച്ചിടുന്നുണ്ടോ ഇപ്പൊ അങ്ങനെ? ഈയിടെയുള്ള കാര്യം എനിക്കറിയാൻ പാടില്ല. നേരത്തെ രാവിലെ 11-10 മണി കഴിഞ്ഞ് നിർത്തും, പിന്നെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് അല്ല, ഇപ്പൊ കണ്ടിന്യൂസാ സാർ, ഇപ്പൊ കണ്ടിന്യൂസാ. രാവിലെ 6 മണി തുടങ്ങി രാത്രി രാത്രി 11:10 വരെ, 11:05 വരെ മറ്റോ കണ്ടിന്യൂസാ അവിടെ. ഇപ്പൊ ഞാൻ എന്റെ കേക്കർ ഓർമ്മ, ഞാനും ഇടയ്ക്കൊക്കെ ഈ കുറച്ചു നേരം മാത്രം. ഓക്കെ സാർ. അതെ, എനിക്ക് ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നു, അത് ശരിയാ. അപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഈ പ്രോഗ്രാം നന്ദി പറയാനായിട്ട് ഷൈല ഡോക്ടർ ക്ഷണിക്കുകയാണ്. നന്ദി മനോജ് ഡോക്ടറെ. ഇന്ന് മറിയാമ്മ ഡോക്ടർക്ക് പകരം നന്ദി പറയാൻ ആണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ റേഡിയോയുടെ പങ്കും സാധ്യതയും എന്നുള്ളതായിരുന്നു ഇന്നത്തെ വിഷയം. എന്തായാലും ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്കും. കാരണം ഞാൻ റേഡിയോ ഒരുപാട് കേൾക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കൊച്ചിലെ മുതലേ റേഡിയോയിൽ രാവിലെയുള്ള തുടങ്ങുന്നിടം പോലെ നേരത്തെ അന്ന് ടി വി ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇതായിരുന്നല്ലോ, അതെടുത്ത് ഒച്ച കൂട്ടി നമ്മളെ എൻ്റെ ഒരു വീട്ടിനടുത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം റേഡിയോ മേടിച്ച വീട്ടിലായിരുന്നു. അപ്പൊ അത് നമ്മളെ എടുത്ത് മുറ്റത്തൊക്കെ കൊണ്ടുവച്ചായിരുന്നു സൗണ്ടൊക്കെ കൂട്ടി വെച്ച് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ വലുതായപ്പോഴും ഓഫീസിലൊക്കെ ഈ ഇലക്ഷന്റെ സമയത്ത് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഓഫീസിൽ ഇത് എടുത്തു വെച്ചോണ്ട് പോകും. അവിടെ ചെന്നിരുന്ന് ആ ഇലക്ഷന്റെ റിപ്പോർട്ടൊക്കെ കേൾക്കാൻ വലിയൊരു സന്തോഷവും ഭയങ്കര ആകാംക്ഷയായിരുന്നു. അങ്ങനെ റേഡിയോ ആയിട്ടൊക്കെ വളരെയധികം ബന്ധമുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അത്ര റേഡിയോ കേൾക്കാൻ സമയമില്ലെങ്കിലും പ്രകാശ ധാര എന്നുള്ള പ്രോഗ്രാമിൽ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് തന്നെ പലപ്പോഴും പരിപാടിയിൽ പങ്കെടുത്ത് നമ്മളെ ഹോമിയോപ്പതിയെ കുറിച്ച് ഉള്ള പ്രചാരങ്ങളും പല കാര്യങ്ങളും ഇങ്ങനെ പറയാൻ പലപ്പോഴും ക്ഷണിക്കാറുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനോജ് വർമ്മ സാറ് പറഞ്ഞല്ലോ, കുറെ പ്രോഗ്രാമുകൾ പറഞ്ഞു. അതെല്ലാം ഞാൻ കേട്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. സാറും ഒക്കെ അത്ര സൂക്ഷ്മമായിട്ട് ഇത് കേട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ ടെലിഗ്രാഫിയാണ് ഈ ഇന്ന് ഞാൻ ഇപ്പോൾ കൂടുതൽ കേൾക്കുന്നത്. കാർ ഓടിച്ചു പോകുമ്പോൾ FM റേഡിയോ ബെൻസിഗർ അത് കേൾക്കാറുണ്ട്. അതിൽ വളരെ നല്ല പരിപാടികളും റേഡിയോ കേൾക്കുന്നവരെ ഒരു വലിയ കൂട്ടായ്മയും അവര് വിളിക്കുന്നവരെ കുറിച്ച് അസുഖമായിട്ട് കിടക്കുമ്പോൾ പോലും അന്വേഷിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ് ഈ റേഡിയോ ബെൻസിഗറിലും കേൾക്കുന്നത്. പാട്ടും അല്ലാത്ത പരിപാടികളും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ വളരെ നല്ല ഒരു അനുഭവമാണ് എനിക്കും റേഡിയോയെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ ശ്രീകുമാർ സാറ് പറഞ്ഞു മറ്റ് സിസ്റ്റത്തോടൊപ്പം എല്ലാ സിസ്റ്റത്തിനെയും ഒരുപോലെ കാണുകയാണ് ആകാശവാണിയുടെ നയം എന്ന് കേട്ടതിൽ വളരെ സന്തോഷം. അപ്പൊ ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ റേഡിയോയുടെ പങ്കും സാധ്യതയും എന്ന വിഷയത്തിൽ ഇന്ന് നടന്ന പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ഫരീദ് ബാവ ഖാൻ സാറ് നമ്മുടെ ആത്മാർത്ഥമായ ഒരു ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ്. അതുപോലെ അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ റൂറൽ ഡെവലപ്മെന്റ് ഈ വകുപ്പിലൊക്കെ ഈ തസ്തികകളിലെല്ലാം വർത്തിച്ചിരുന്ന സാറാണ്. അദ്ദേഹം ആണ് ഇന്നിവിടെ സ്വാഗത പ്രസംഗം നടത്തിയത്. അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിക്കും. അടുത്തതായി ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ മനോജ് K. വർമ്മ സാറ്, അസിസ്റ്റന്റ് ഡയറക്ടർ കൈരളി ന്യൂസിലേക്ക് പ്രോഗ്രാം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിന്റെ അണിയറയിലാണ് സാറ് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞാൽ സന്തോഷം. സാറ് റേഡിയോ പ്രോഗ്രാം വളരെ നന്നായി നിരീക്ഷിക്കുകയും പ്രോഗ്രാമുകളെ കുറിച്ചെല്ലാം വിവരിക്കുകയും എല്ലാം ചെയ്ത സാറിന് IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കും. കൂടാതെ ഇന്ന് മുഖ്യ പ്രഭാഷണം വളരെ നല്ല രീതിയിൽ നല്ലൊരു പ്രഭാഷണമാക്കി മാറ്റിയ ശ്രീകുമാർ മുഖത്തല സാറിന്
IFPHന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി മോഡറേറ്റർ മനോജ് ഡോക്ടറാണ്. മനോജ് ഡോക്ടർ എപ്പോഴും വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് IFPHൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ്. എല്ലാ മേഖലയിലും ഡോക്ടർക്ക് കാര്യങ്ങൾ സംസാരിക്കുകയും ഓരോന്ന് കൊണ്ടുവരികയും എല്ലാം ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാം സാന്നിധ്യം കൊണ്ട് ഒരു വിജയമാക്കി തീർത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും നമ്മുടെ ഡോക്ടർമാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ നന്ദി പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഇന്നത്തെ 1627 ദിവസത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും സുഖനിദ്ര നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.